സ്ക്രീൻ കാണാവോ? ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിൽവിയ പ്ലാത്തിൻ്റെ പോയം ഡാഡിയാണ്. അപ്പം സിൽവിയ പ്ലാത്തിൻ്റെ ഒരു ചെറിയ ബയോ, പിന്നെ കൺഫെഷണൽ പോയട്രി ഓൾറെഡി നമ്മൾ റെഗുലർ സ്റ്റുഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് മറ്റേ കമലാദാസിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചപ്പം. അപ്പം അതും ചെറിയൊരു കൺവെൻഷണൽ പോയട്രിയുടെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ ജസ്റ്റ് പോയം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പോയത്തിൻ്റെ ഒരു സമ്മറി മാത്രം, കൂടുതൽ അനാലിസിസ് ഒന്നും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു സമ്മറി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. Okay, so Sylvia Plath, she was born on October 27th, 1932 and died on February 11, 1963. Like, as we all know, she was an American poet, a novelist and a short story writer, and she majorly wrote on the genre of confessional poetry. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ബേസിക്കലി തന്നെ അറിയാവുന്ന കാര്യമാണ്. അമേരിക്കൻ ആണ് ആള്. ദെൻ അനദർ തിങ് വി നോ ഇസ് ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. പിന്നെ കൂടുതലും കൺവെൻഷണൽ പോയട്രി ആണ് സിൽവിയ പ്ലാത്ത് എൻ്റെ ഒരു ജാനർ എന്ന് പറയുന്നത്. അത് സിൽവിയ പ്ലാത്ത് കൂടുതലും എഴുതിയിരിക്കുന്ന അങ്ങനെയുള്ള പോയട്രിയാണ്. ആൻഡ് ഷി വാസ് ബോൺ ഇൻ ബോസ്റ്റൺ, അമേരിക്കയിലെ ബോസ്റ്റൺ മസച്യൂസെറ്റ്സിലാണ് ഷീ ഈസ് ബീങ് ബോൺ. And her mother's name is Aurelia Scober and her father is Otto Plath. അപ്പം ആക്ച്വലി ഓട്ടോ പ്ലാത്ത് വാസ് ഒറേലിയാസ് പ്രൊഫസർ. അവരാദ്യം മീറ്റ് ചെയ്യുമ്പം ഒറേലിയയുടെ പ്രൊഫസറാണ് ഓട്ടോ പ്ലാത്ത്. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ദേ ഗോട്ട് മാരീഡ് ഇൻ ജാനുവരി 1932. ഓക്കെ, ഹി വാസ് എ പ്രൊഫസർ. ഓട്ടോ പ്ലാത്ത് ഒരു പ്രൊഫസറായിരുന്നു. ആൻഡ് ഹി ടോട്ട് മെയിൻലി ജർമ്മൻ ആൻഡ് ബയോളജി. ജർമ്മനും ബയോളജിയാണ് അദ്ദേഹം പ്രധാനമായിട്ടും പഠിപ്പിച്ചിരുന്നത്. ദിസ് പാർട്ട് ഈസ് ഓഫ് എ ലിറ്റിൽ ഇമ്പോർട്ടൻസ് ടു അസ്. നമ്മൾ പോയം പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രൊഫസറാണെന്നുള്ള കാര്യം ലൈക്ക് അവിടെ പോയത്തിൽ സിൽവിയ പ്ലാത്ത് ചെറുതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് that is important to us എന്നത് ആ ഒരു കാര്യം വരുന്നത്. The fact that Otto Plath is a professor is important to us regarding this poem. ഡാഡി എന്ന് പറയുന്ന പോയമായിട്ട് ബന്ധപ്പെട്ട് അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ദിസ് പോയം നിങ്ങൾ പഠിച്ചിട്ടുള്ളവരുണ്ടാവുമായിരിക്കും. സോ ഈ പോയത്തിൽ ബേസിക്കലി സിൽവിയ പ്ലാത്തും അവരുടെ ഡാഡിയും ഫാദറും തമ്മിലുള്ള ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് മെയിനായിട്ടും പറയുന്നത്. ലവ് ഹേറ്റിൽ പ്രധാനമായിട്ടും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു ഹേറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ആൻഡ് സോ അവർ ഫാദർ വാസ് ലൈക്ക് എ വെരി സ്ട്രിക്റ്റ്, ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഹി ഹാഡ് ദോസ് ഒരു അതോറിറ്റി, ഒരു പാട്രിയാർക്കൽ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് സിൽവിയ പ്ലാത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത്, അതായത് ഈ ഓട്ടോ പ്ലാത്ത് എന്ന് പറയുന്ന ആൾ. ആൻഡ് വെൻ ഷി വാസ് 8 years old, her father died as a result of complications from diabetes. അപ്പം ഡയബറ്റീസിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് ഈ ഓട്ടോ പ്ലാത്ത് മരിക്കുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം സിൽവിയ പ്ലാത്ത് വാസ് ജസ്റ്റ് 8 years old. ഓക്കെ, ആൻഡ് ഷീ റോട്ട് ഫ്രം എ വെരി ഏർലി ഏജ്. വളരെ ചെറുപ്പത്തിലെ മുതൽ സിൽവിയ പ്ലാത്ത് എഴുതുമായിരുന്നു. ലൈക്ക് ഷീ കെപ്റ്റ് എ ജേർണൽ and she started writing on that journal from the age of 11 itself, and she got published her poems in the regional magazines and newspapers. Then her first national publication was in the Christian Science Monitor in 1950. സോ അങ്ങനെ ഒരു ജേർണലോ മാഗസിനിലോ, ക്രിസ്ത്യൻ സയൻസ് മോണിറ്റർ എന്ന് പറയുന്ന ഒരു മാഗസിനിലാണ് അത് പ്ലാത്തിൻ്റെ ഫസ്റ്റ് നാഷണൽ പബ്ലിക്കേഷൻ വരുന്നത്. And again in 1950 she was graduated from the Smith College, Massachusetts. അവിടുന്ന് ഗ്രാജുവേഷനൊക്കെ കഴിയുന്നു. ഓക്കെ, then after graduation she moves to Cambridge to England on a Fulbright scholarship. അപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം സിൽവിയ പ്ലാത്ത് അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ഫുൾബ്രൈറ്റ് സ്കോളർഷിപ്പിനായിട്ട്. ആൻഡ് ദെയർ അവിടെ വെച്ചിട്ടാണ് ഷീ മീറ്റ്സ് ടെഡ് ഹ്യൂഗ്സിനെ മീറ്റ് ചെയ്യുന്നതും ആൻഡ് ദേ ഗെറ്റ് മാരീഡ് ദെയർ. അവിടെ വെച്ചിട്ടാണ് അവർ കല്യാണം കഴിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ഇയർ 1956.
So, after graduation, Plath moved to Cambridge, England on a Fulbright scholarship. In the early 1956, she attended a party and met the American poet Ted Hughes. Shortly thereafter, Plath and Hughes were married on June 16, 1956. Then again, she returned back to America in 1957 and started studying with Robert Lowell. Again, Robert Lowell is an important figure to us because നമ്മൾ കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നത് അത് കൺഫെഷണൽ പോയട്രിയുടെ ഒരു മേജർ ഫിഗറാണ് റോബർട്ട് ലോവലും. അദ്ദേഹത്തിൻ്റെ വർക്ക് ലൈഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ വർക്കും കൺഫെഷണൽ പോയട്രിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പയനിയർ എന്ന് പറയുന്നത് റോബർട്ട് ലോവലാണ്. സോ സിൽവിയ, പ്ലാത്ത് ആൻഡ് സെക്സ്റ്റൺ ഒക്കെ പറയുന്നത് റോബർട്ട് ലോവലിൻ്റെ സ്റ്റുഡൻസ് ആണ്. മെയിൻലി സ്കോളേഴ്സും ഒക്കെ ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മാരേജിന് ശേഷം പ്ലാത്ത് റിട്ടേൺ ടു മാസച്യൂസെറ്റ്സ് ആൻഡ് ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് റോബർട്ട് ലോവൽ. ആ ഒരു ടൈമിലാണ് ഹെർ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയം കൊളോസസ് ഈസ് ഗെറ്റിംഗ് പബ്ലിഷ്ഡ് ഇൻ 1960 ആൻഡ് it got first published in England, and after 2 years later it got published in the United States. Adana poem, her first collection of poem, The Colossus. Okay, then after that she returned to England, തിരിച്ച് ടെഡ് ഹ്യൂഗസിൻ്റെ അടുത്തോട്ട് വരുന്നു, where she gave birth to her children Frida and Nicholas in 1960 and 1962 respectively. സോ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ട് അവിടെ വെച്ച് 2 കുട്ടികൾക്ക് ജന്മം നൽകുന്നു. then in 1962 Ted Hughes and Sylvia Plath is getting divorced. ആക്ച്വലി വേറൊരു ഒരാളുമായിട്ടൊരു അഫെയറിൻ്റെ പുറത്താണ് ടെഡ് ഹ്യൂഗസ് സിൽവിയ പ്ലാത്തുമായിട്ട് ഡിവോഴ്സ്ഡ് ആകുന്നത്. ഓക്കെ, ആൻഡ് ദർ വാസ് എ ഡീപ്പ് ഡിപ്രഷൻ. ആ ഒരു സ്റ്റേജിലൊക്കെ ഒത്തിരി ഡിപ്രഷനും ഒത്തിരി പ്രോബ്ലംസും ഒക്കെ സിൽവിയ പ്ലാത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചെറുപ്പം മുതലാണെങ്കിലും കുറേ ഡിപ്രഷൻ്റെ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ ഒത്തിരി സഫർ ചെയ്തിട്ടുള്ള ഒരു ആളാണ് സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം, ആ ഒരു സമയത്താണ് സിൽവിയ പ്ലാത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഏരിയൽ എന്ന് പറയുന്ന ബുക്ക് അവർ എഴുതുന്നത്. ആൻഡ് ആക്ച്വലി ഇറ്റ് ഗെറ്റ്സ് പബ്ലിഷ്ഡ് ആഫ്റ്റർ ഹെർ ഡെത്ത്. അവരുടെ ഡെത്തിന് ശേഷമാണ് ഏരിയൽ പബ്ലിഷ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, ഇൻ 1965. സോ ആ ഒരു സമയത്താണ് ടെഡ് ഹ്യൂഗസുമായിട്ടുള്ള സെപ്പറേഷൻ്റെ സമയത്താണ് അവരുടെ ഈ ഫേമസ് ബുക്കായിട്ടുള്ള ഏരിയൽ എഴുതുന്നത്. ഓക്കെ, ആൻഡ് ഇൻ 1963 ഷീ പബ്ലിഷസ് ഹെർ സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ദ ബെൽ ജാർ. എന്ന് പറയുന്ന ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ സിൽവിയ പ്ലാത്ത് എഴുതുന്നുണ്ട്. ലൈക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഹർ മദർ ഡിൻ വാണ്ട് ടു പബ്ലിഷ് ദാറ്റ് ബുക്ക്. ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് സിൽവിയ പ്ലാത്തിൻ്റെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. ആൻഡ് ഷീ പബ്ലിഷ് ദാറ്റ് അണ്ടർ ദ സ്യൂഡോണിയം വിക്ടോറിയ ലൂക്കാസ്. ആ ഒരു സ്യൂഡോണിയമിലാണ് സിൽവിയ പ്ലാത്ത് ഈ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. And she committed suicide in 1963 by inhaling gas from a kitchen oven. ഒരു കിച്ചൺ ഓവനിൽ നിന്ന് ഗ്യാസ് ഇൻഹെയിൽ ചെയ്തിട്ടാണ് സിൽവിയ പ്ലാത്ത് 1963 സൂയിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദിസ് തിങ്സ് വിൽ ബി ഫെമിലിയർ ടു യു അല്ലേ? ഈ പറഞ്ഞ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലേ? ഓക്കെ, then Hughes published 3 other volumes of her work posthumously. അപ്പം പ്ലാത്തിൻ്റെ മരണശേഷമാണ് പിന്നീട് കുറേ വർക്ക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ദ വൺ ഇസ് ദ കളക്റ്റഡ് പോയംസ് 1981. ആ ഒരു വർക്കിന് ഷീ ഈസ് റിസീവിങ് ദ 1982 പുലിറ്റ്സർ പ്രൈസ്. ആൻഡ് ദസ് ഷീ ബിക്കംസ് ദ ഫസ്റ്റ് പോയറ്റ് ടു പോസ്റ്റ്മസ്ലി വിൻ എ പുലിറ്റ്സർ പ്രൈസ്. അപ്പം മരണശേഷം പുലിറ്റ്സർ പ്രൈസ് ലഭിക്കുന്ന ഒരു ഫസ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് പോയറ്റ് എന്ന് പറയുന്നത് സിൽവിയ പ്ലാത്ത് ആണ്. Then the other 2 works എന്ന് പറയുന്നത് ക്രോസിംഗ് ദ വാട്ടർ 1971 ആൻഡ് ദ വിൻഡർ ട്രീസ് 1972. ഹ്യൂഗ്സ് പബ്ലിഷ് ചെയ്യുന്ന ബാക്കിയുള്ള 2 വർക്ക്സുകൾ അതാണ്. ഓക്കെ, then now we'll move on to confessional poetry. സോ എന്താണ് കൺഫെഷണൽ പോയട്രി? നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലൈക്ക് HSST-കാർക്കും ടെസ്റ്റ് ബാച്ചുകാർക്കും മേ ബി ഫെമിലിയർ ആയിരിക്കില്ല, ബട്ട് റെഗുലർ ബാച്ചുകാർക്ക് they might be familiar with confessional poetry. അല്ലാത്തവർക്കും എല്ലാവരും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻപുട്സ് ലൈക്ക് ഓൺ വാട്ട് ഈസ് കൺഫെഷണൽ പോയട്രി എന്നുള്ള എന്തെങ്കിലും ഇൻപുട്സ്? എനിവൺ? എന്താണ് കൺഫെഷണൽ പോയട്രി? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് എമേർജ് ചെയ്യുന്നത്.
യാ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഇത് എമേർജ് ചെയ്യുന്നത്. യാ അത് കറക്റ്റാണ്. ദെൻ റോബർട്ട് ലോവലിന്റെ ഒരു വർക്ക് ലൈഫ് സ്റ്റഡീസ് ഇൻ 1959. യാ റോബർട്ട് ലോവലിൻ്റെ വർക്ക് 1959 ലൈഫ് സ്റ്റഡീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു കൺഫെഷണൽ പോയട്രി. ആര്യ അല്ലാതെ ഇനി എനി അതർ ദാൻ ആര്യ? ഇന്ത്യൻ റൈറ്ററില് കമലാദാസ് ആണ് കൺഫെഷണൽ പോയറ്റ് ആയിട്ട് കൂടുതൽ നമ്മൾ അറിയപ്പെടുന്നത്. കമലാദാസ്, മാധവിക്കുട്ടി, നമ്മുടെ മലയാളം റൈറ്റർ കമലാദാസ് ആണ് ഒരു ഇന്ത്യൻ പോയട്രി സിനോറിയോയിൽ കൺഫെഷണൽ പോയംസ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ പേഴ്സണൽ ഇമോഷൻസ് ആണ് കൂടുതൽ സബ്ജക്ട് മാറ്റർ ആവുന്നത്. അതെ, വളരെ ഇന്റിമേറ്റ് ആയിട്ടും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും സബ്ജക്ട് മാറ്റർ ആയിട്ട് വരുന്നത്. ലൈക്ക് അത്രയും അതുവരെ അങ്ങനെ ഒരു കാര്യം ഇല്ലായിരുന്നു. ലൈക്ക് കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നൊരു ജാനറിലേക്ക് വരുമ്പോഴാണ് അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടും അത്രയും ആരും പറയാത്ത കാര്യങ്ങളൊക്കെ തന്നെ, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ റൈറ്റേഴ്സ് എഴുതാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ കൺഫെഷണൽ പോയട്രി ഈസ് ബേസിക്കലി ദ പോയട്രി ഓഫ് ദ പേഴ്സണൽ ഓർ ലൈക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ എഴുതുക, അല്ലെങ്കിൽ നമ്മളെ കേന്ദ്രീകരിച്ച് എന്ന് പറയുന്നതിനെ കേന്ദ്രീകരിച്ച് എഴുതുക. അത്രയും പേഴ്സണലായിട്ട്, ലൈക്ക് നമ്മളിപ്പോൾ റൊമാൻറ്റിക് വർക്ക്സ് പറയുമ്പോഴും അവരും കുറേ കൂടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതാറ്. പക്ഷെ ഇത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടും വളരെ ഹൈലി ഇൻറ്റിമേറ്റ് എന്ന് പറയുന്ന പോലത്തെ അങ്ങനെ എഴുതുന്നതാണ് പ്രധാനമായിട്ടും കൺഫെഷണൽ പോയട്രിയുടെ ഒരു ഫീച്ചറായിട്ട് വരുന്നത്. So it's a term principally applied to the self-revealing style of writing. So നമ്മുടെ നമ്മൾ പുറത്ത് പറയാൻ നമ്മൾ മടിക്കുന്ന ഒരു സൊസൈറ്റിയിൽ നമ്മൾ പുറത്ത് പറയാൻ മടിക്കുന്ന നമ്മുടെ പല ഡിസയേഴ്സിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ്, നമ്മുടെ പല ഫ്രസ്ട്രേഷൻസ്, നമ്മുടെ പല ഡിപ്രഷൻ, അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പുറത്തേക്ക് പറയാൻ പഠിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വളരെ തുറന്നെഴുതുക എന്നതിനെയാണ് കൺവെൻഷണൽ പോയട്രി എന്നതുകൊണ്ട് വളരെ ആ ഒരു ടേം കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ആൻഡ് there is a use of intimate subject matter adopted and pioneered. Like there is a use of intimate subject matter and it is basically pioneered in America by Robert Lowell. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അമേരിക്കയിലാണ് ബൈ റോബർട്ട് ലോവൽ ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ അതർ റൈറ്റേഴ്സ് ഹൂ ഫോളോസ് ഹിം, ലൈക്ക് ഈ ഒരു കൺഫെഷണൽ പോയട്രി എഴുതുന്ന വേറെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് വൺ ഇസ് ജോൺ ബെറിമൻ, ദെൻ ആൻ സെക്സ്റ്റൺ ആൻഡ് സിൽവിയ പ്ലാത്ത്. ഓക്കെ, ദെൻ ഇതിൽ ആൻ സെക്സ്റ്റൺ ഈസ് ആക്ച്വലി റൈറ്റിംഗ് പോയട്രി ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടാണ് ആൻ സെക്സ്റ്റൺ ഈ കൺഫെഷണൽ പോയട്രി എഴുതുന്നത്. ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു ഹീലിംഗ് പോലെ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഹീലിംഗ് പോലെയൊക്കെയാണ് ആൻ സെക്സ്റ്റൺ കൺഫെഷണൽ പോയട്രീനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് എമേർജ്ഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇൻ ദ ലേറ്റ് 1950s ആൻഡ് ഇൻ ദ ഏർലി 1960s ആ ഒരു സമയത്താണ് ഇത് എമേർജ് ചെയ്ത് വരുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ്, അപ്പം നമ്മൾ വിചാരിക്കും വെറുതെ നമ്മുടെ ഇമോഷൻസും നമ്മൾ ഇതുവരെ പറയാത്ത എന്ത് കാര്യം എഴുതി വെച്ചാൽ അത് കൺഫെഷണൽ പോയട്രി ആവുമോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെ പോയംസ് എടുത്ത് നോക്കിയാലും, ഇപ്പോൾ കമലാദാസിൻ്റെ ആണെങ്കിലും സിൽവിയ പ്ലാത്തിൻ്റെ ഒക്കെ ആണെങ്കിലും പോയംസ് എടുത്ത് നോക്കിയാൽ ജസ്റ്റ് കുറേ കുറേ കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനപ്പുറം ദർ ഈസ് എ ക്രാഫ്റ്റ്. അതിൽ ആ ഒരു പോയട്രിയിൽ ഒരു ക്രാഫ്റ്റ് ഉണ്ട്, ആ പോയട്രിയിൽ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ദേ ആർ യൂസിങ് മെനി ടെക്നിക്സ്, കുറേ ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് കൂടി തന്നെയാണ് ഈ കൺഫെഷണൽ പോയട്രി എഴുതുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് റെക്കോർഡിങ് ദി ഇമോഷൻസ് ഓൺ എ പേപ്പർ, ജസ്റ്റ് നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്ത് കാര്യം എഴുതി വെക്കുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ഡയറി റൈറ്റിംഗ് ഓർ എ ജേർണൽ റൈറ്റിംഗ്. ഒരു ജേർണൽ റൈറ്റിങ്ങോ ഡയറി റൈറ്റിങ്ങോ പോലെ അല്ല. അതിന് പുറമേക്ക് അവരുടെ ഒരു ക്രാഫ്റ്റും അവരുടെ ഒരു ടാലൻറ്റും ഒക്കെ ഇറ്റ്സ് എവിഡൻറ്റ് ഇൻ ദെയർ വർക്ക്സ്. ആ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ വർക്ക്സിൽ വളരെ എവിഡൻ്റ് ആണ്. ഓക്കെ, സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ലോവൽസിൻ്റെ ബുക്ക് ലൈഫ് സ്റ്റഡീസ് ആണ്. 1959 ആണ് അതിൻ്റെ ഇയർ. ദെൻ സിൽവിയ പ്ലാത്ത് ആൻഡ് ആൻ സെക്സ്റ്റൺ വർ ഹിസ് സ്റ്റുഡൻസ്. ദെൻ അഗെയിൻ ജോൺ ബെറിമൻ ഒരു അനദർ റൈറ്ററാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക് എന്ന് പറയുന്നത് ഡ്രീം സോങ്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ,
ദെൻ സെയിം ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് അടുത്ത 2 പോയിൻറ്റ്സിൽ പറയുന്നത്. പ്രൈവറ്റ് എക്സ്പീരിയൻസസ് വിത്ത് ആൻഡ് ഫീലിങ്സ് അബൌട്ട് ഡെത്ത്, trauma, depression and relationships were addressed in this type of poetry, often in an autobiographical manner, and there will be bold and frank expressions. ആൻഡ് ഇതിന് പറയുന്ന കുറച്ച് ക്രിറ്റിസിസംസ് പറയുന്നുണ്ട്, ലൈക്ക് ഫോർ ബീങ് നാർസിസിസ്റ്റിക് ഓർ നിഹിലിസ്റ്റിക് ഓർ സെൽഫ് പിറ്റിങ്. എപ്പോഴും അവരൊരു വിക്ടിം എന്നുള്ളൊരു റോള് ഈ പോയറ്റ്സ് അല്ലെങ്കിൽ ഇവർ എടുക്കുന്നു, ഇവർ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന കാര്യം. ദെൻ ദേ ആർ ഓൾവേസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദംസെൽസ്. സ്വന്തം കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ സ്വയം കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവരുടെ പ്രോബ്ലംസിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ട് എഴുതുക, ഒരു സെൽഫ് പിറ്റിങ് രീതിയിൽ എഴുതുക എന്നതൊക്കെയാണ് കൺവെൻഷണൽ പോയട്രിക്ക് പൊതുവേ വരുന്ന ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ആൻഡ് അനദർ ക്രിറ്റിസിസം ഈസ് ഓഫ് ലൈക്ക് സെലിബ്രിറ്റി കൾച്ചർ. ഒരു ലൈക്ക് അവർക്ക് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവർ കൺഫെഷണൽ പോയട്രി എഴുതുന്നത് കൂടുതലും എന്നുള്ള രീതിയിലുള്ള ഒരു ക്രിറ്റിസിസവും കൺഫെഷണൽ പോയട്രിക്ക് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് കൺഫെഷണൽ പോയട്രിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. നൗ വിൽ മൂവ് ഓൺ ടു അവർ പോയം. ഇനി നമുക്ക് നമ്മുടെ പോയം ഒന്ന് നോക്കാം. സോ ഇറ്റ്സ് എ ഹൈലി കോൺട്രവേഴ്ഷ്യൽ ആൻഡ് ഹൈലി ആന്തോളജൈസ്ഡ് പോയം. ലൈക്ക് ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പോയമാണ്. അതേപോലെ തന്നെ കുറേ ആന്തോളജീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ കേരള, MG, കാലിക്കറ്റ് എല്ലാ സിലബസിലും തന്നെ എനിക്ക് തോന്നുന്നു ഡാഡി ഉണ്ടെന്ന് തോന്നുന്നു പഠിക്കാൻ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ MGയിൽ ഞാൻ ഡാഡി പഠിച്ചിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ കാലിക്കറ്റിലും ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലേ ഡാഡി? ഞാൻ പഠിച്ച എന്തോ ഹലോ ഓക്കെ. So the poem was basically written in October 1962, 4 months before her suicide. അപ്പം സിൽവിയ പ്ലാത്ത് സൂയിസൈഡ് ചെയ്യുന്നതിന് 4 മാസം മുമ്പാണ് ഈ ഒരു പോയം എഴുതുന്നത്. ഓക്കെ, ദെൻ ദിസ് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി in 1965 as part of the work Ariel. And this is one of her Holocaust poems along with Lady Lazarus and Mary songs. Holocaust poems എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് കുറേ ഹോളോകാസ്റ്റ് ഇമേജസ് ഉണ്ട്. വാർ റിലേറ്റഡ്, ഹോളോകാസ്റ്റ് റിലേറ്റഡ് കുറേ ഇമേജസ് ഈ ഒരു പോയത്തിനകത്തുണ്ട്. ആൻഡ് ദിസ് ഈസ് എ വയലൻറ്റ് ഹാർഷ് അറ്റാക്ക് ഓൺ ഹെർ ഡെഡ് ഫാദർ. മരിച്ചുപോയൊരു ഫാദറിനോടുള്ള ലൈക്ക് നമ്മൾ വിചാരിക്കും ഡാഡി എന്ന് പറയുന്നുള്ളൊരു പോയം എന്ന് പറയുമ്പം ലൈക്ക് മേ ബി ആ ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് അങ്ങനെയുള്ള കാര്യമായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇറ്റ്സ് ലൈക്ക് എ വെരി വയലൻ്റ്, ഒരു ഹാർഷ് അറ്റാക്കാണ് ലൈക്ക് ഓൺ ഹെർ ഡെഡ് ഫാദർ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷോസ് എ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ്. ഒരു ഫാദറും ഒരു ഡോട്ടറും തമ്മിലുള്ള ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പും കാണിക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ എന്താ ഇലക്ട്ര കോംപ്ലക്സ് കേട്ടിട്ടുണ്ടോ? ഫ്രോയിഡിന്റെ ഇലക്ട്ര കോംപ്ലക്സ് വെച്ചിട്ടൊക്കെ കുറേ പേര് ഈ പോയം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് എങ്ങനെ വരുന്നു എന്ന് പറയുന്നത്. എഗെയിൻ ലൈക്ക് ഇത് നമ്മൾ ഒബിച്വറി പഠിച്ചില്ലേ? ഒബിച്വറിയിൽ ഇങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കും ഓക്കെ ഡെഡ് ഫാദറിനോടുള്ള ഒരു ലവ് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ആയിരിക്കും ആ പോയെന്ന്. ബട്ട് ആക്ച്വലി ഒബിച്വറിയിൽ A.K. രാമാനുജൻ ഈസ് വെരി ഇൻഡിഫറൻറ്റ് ടു ഹിസ് ഫാദർ. വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടും വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടാണ് ഒബിച്വറിയിൽ A.K. രാമാനുജൻ ഫാദറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും ഫാദറുമായിട്ടുള്ള മെമ്മറീസ് ഒക്കെ പറയുന്നതും. അതേപോലെ തന്നെ ഇവിടെ സിൽവിയ പ്ലാത്ത് ഡിറ്റാച്ച്ഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വേയിലല്ല അത് ആ ഒരു കണക്ഷൻ വരുന്നത്. ലൈക്ക് ഇറ്റ്സ് അത് നമുക്ക് പോയം നോക്കുമ്പോൾ കാണാം വേറൊരു രീതിയിലാണ്. ഒരാൾ ഒരു പവർ പൊസിഷനിൽ നിൽക്കുന്നു, മറ്റേ ഒരു പവർലെസ് പൊസിഷനിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് കണക്ഷനിലാണ്, ഒരു കൈൻഡ് ഓഫ് റിലേഷനാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് ഈ ഒരു ഫാദർ ഡോട്ടർ എന്നുള്ള റിലേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഐ വിൽ റീഡ് ദ പോയം വൺസ്. ഞാൻ ഒരു പ്രാവശ്യം പോയം ഫുൾ ഒന്ന് വായിക്കാം. ദെൻ വിൽ ജസ്റ്റ് ഡിസ്കസ് ദ മേജർ തിങ്സ്. ഓക്കെ, സോ Daddy, Sylvia Plath. You do not do anymore. Black shoe in which I have lived like a fool for 30 years, poor and white, barely daring to breathe or achew. Daddy, I have had to kill you. You died before I had time. Marble heavy, a bag full of gold,
ghastly statue with one great toe, big as a Frisco seal, and a head in the freakish Atlantic where it pours bean green over blue in the waters of beautiful nosing. I used to pray to recover you, do. In the German tongue, in the Polish tongue, scraped flat by the roller of wars. But the name of the town is common. My Polak friend says there are a dozen or two. So I could never tell where you put your foot, your root. I could never talk to you, the tongue stuck in my jaw. It stuck in a barbed wire snare. Itch, 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 itch. I could hardly speak. I thought every German was you, and the language obscene. An engine, shuffling me off like a Jew to Dachau, Auschwitz, Belsen. I began to talk like a Jew. I think I may well be a Jew. The snows of the Tyrol, the clear beer of Vienna, are not very pure or true. With my gypsy ancestors and my weird luck and my Tarak pack, I may be a bit of a Jew. I have always been scared of you, with your Luftwaffe, your gobbledygoo, and your neat moustache, and your Aryan eye, bright blue. Panzerman, oh you. Not God, but a swastika, so black no sky could squeak through. Every woman adores a fascist. The boot in the face, the brute heart of a brute like you. You stand at the blackboard, Daddy. In the picture I have of you, a cleft in your chin instead of your foot, but no less of a devil for that. Not any less the black man who bit my pretty red heart in two. I was 10 when they buried you. At 20, I tried to die and get back to you. I thought even the bones would do. But they pulled me out of the sack and they stuck me together with glue. And then I knew what to do. I made a model of you, a man in black with a make-half look, and a love of the rack and the screw. I said, I do. So, Daddy, I am finally through. The black telephone's off at the root. The voices just can't worm through. I have killed one man. I have killed two. The vampire who said he was you and drank my blood for a year. 7 years if you want to know. Daddy, you can lie back now. There's a stake in your fat black hut, and the villagers never liked you. They are dancing and stamping on you. They always knew it was you. Daddy, you bastard, I am through. Okay. അപ്പോൾ ഇത് നമുക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും നോട്ടീസ് ചെയ്തോ നിങ്ങൾ ഈ പോയം വായിക്കുമ്പം? ഒരു സൗണ്ട് മാത്രം റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സൗണ്ട്? അല്ല, ഇറ്റ്സ് എ വവൽ സൗണ്ട്. എന്ന് പറയുന്ന സൗണ്ട്. ഇറ്റ്സ് ലൈക്ക് കണ്ടോ, ഒരു കൈൻഡ് ഓഫ് ഒരു ക്രൈ അല്ലെങ്കിൽ ഒരു പെയിനിൽ നമ്മളിങ്ങനെ പറയുന്നല്ലോ ആ ഒരു സൗണ്ട്. ലൈക്ക് ഡു, ഷു, അച്ചു, യു, ടോ, ആ ഒരു സൗണ്ട് ശരിക്കും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പിന്നെ വായിക്കുമ്പോൾ അത് വായിച്ച് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു സൗണ്ട് ശരിക്കും വളരെ എവിഡൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, so the poem starts like this: you do not do anymore. Black shoe in which I have lived like a foot for 30 years, poor and white, barely daring to breathe or achew. So it's like എന്താ ഒരു നഴ്സറി റൈം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ഇതൊരു സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരാൾ, ഒരു അഡൽട്ട് ഒരു കുഞ്ഞു കൊച്ചിനോട് സംസാരിക്കുന്ന പോലെ. ലൈക്ക് യു ഡു നോട്ട് ഡു എനിമോർ. ലൈക്ക് ഓക്കെ, നൗ ഇറ്റ്സ് ഡൺ, യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് എനിമോർ എന്നുള്ളൊരു രീതിക്കാണ്. യു ഡു നോട്ട് ഹാവ് ടു ഡു ഇറ്റ് എനിമോർ. ലൈക്ക് മതി എന്നുള്ളൊരു രീതിക്ക്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എൻ അഡൽട്ട് ഫാദർ ടോക്കിംഗ് ടു എ കിഡ്. അങ്ങനെയാണ്. ലൈക്ക് നമ്മൾ ഇവിടെ ഫാദർ ലൈക്ക് പ്ലാത്ത് ഡാഡിയോടാണ് സംസാരിക്കുന്നതെങ്കിലും ഇറ്റ് സ്റ്റാർട്ട്സ് ലൈക്ക് ഒരു നഴ്സറി റൈം സ്റ്റൈൽ പോലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അവിടെ
ബ്ലാക്ക് ഷൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഇതിനകത്തൊരു സിമ്പിൾ, മേജർ ആയിട്ടുള്ളൊരു സിമ്പിളാണ് ദ കളർ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഒരു ഒപ്രസർ അല്ലെങ്കിൽ ഒരു പവറിൻ്റെ അല്ലെങ്കിൽ ഒരു നാസി സിമ്പിൾ അല്ലെങ്കിൽ എന്താ ആ ഒരു പവറിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന കളർ ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, സോ ദർ ഇസ് ദിസ് അപ്പം ആ ബ്ലാക്ക് ഷൂ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈക്ക് ആ ഒരു ഡാഡി എന്നുള്ളൊരു ഡാഡിയുടെ ഒരു മെമ്മറി അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. സോ ഷീ ലിവ്ഡ് ഇൻ ദാറ്റ് ബ്ലാക്ക് ഷൂ ലൈക്ക് എന്ന് വെച്ചാൽ ആ ഒരു മെമ്മറിയിൽ അല്ലെങ്കിൽ ഡാഡിയുടെ ആ ഒരു അതോറിറ്റിയിലൊക്കെ ഒരു ഫുഡ് പോലെ ലൈക്ക് നത്തിങ്, പ്രത്യേകിച്ച് ഒന്നും അല്ലാത്തൊരു രീതിയിൽ തന്നെ ഷീ ലിവ്ഡ് ദെയർ. ആ ഒരു പവറിൽ അങ്ങ് ട്രാപ്ഡ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു കാര്യമാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ലൈക്ക് ഹാവ് ട്രാപ്ഡ് ഇൻ യുവർ പവർ ഫോർ 30 years. Like, and it's like poor. I was poor and I am white and I could barely breathe. എനിക്കൊന്ന് ശ്വാസം എടുക്കാനോ I could barely sneeze. എനിക്കൊന്ന് ശരിക്കും തുമ്മാനോ പോലും പറ്റത്തില്ല. ലൈക്ക് അതൊക്കെ ഏതൊരു മനുഷ്യനും വളരെ ബേസിക് ആയിട്ടല്ലേ, നമുക്ക് ശ്വാസം എടുക്കുക, നമുക്കൊന്ന് നമ്മുടെ ബോഡിയിൽ ഒരു റെസ്പോൺസാണ് നമ്മൾ സ്നീസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അത്രയും പോലും പറ്റാതെ ആ ഒരു പവറിൽ ട്രാപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയിൽ ട്രാപ്ഡ് ആയിട്ടാണ് അങ്ങനെയാണ് ഈ സിൽവിയ പ്ലാത്ത് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ ഹാവ് ബീൻ ട്രാപ്ഡ് ഇൻ യുവർ പവർ ഓർ ഐ ഹാവ് ബീൻ ട്രാപ്ഡ് ഇൻ യുവർ അതോറിറ്റി ഫോർ ഓൾ ദിസ് 30 years ആൻഡ് ഐ കുഡ് ബെയർലി ബ്രീത്ത് ഓർ ഐ കുഡ് ബെയർലി സ്നീസ് എന്നാണ് പറയുന്നത്. അഗെയിൻ അച്ചു എന്ന് പറയുന്നത് ലൈക്ക് സ്നീസ് എന്ന് പറയുന്നത് അതും കുഞ്ഞുകുട്ടികളോട് നമ്മൾ പറയുന്ന പോലെ ഒരു ടെർമിനോളജിയാണ് അവിടെ അച്ചു എന്ന് കൊണ്ട് അച്ചു എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഒരു നഴ്സറി റൈപ്പ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയോട് സംസാരിക്കുന്ന പോലെ ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഡാഡി ഐ ഹാവ് ഹാഡ് ടു കിൽ യു. ലൈക്ക് എനിക്ക് ഡാഡി എനിക്ക് നിങ്ങളെ കൊല്ലണം എന്നുണ്ടായിരുന്നു. ലൈക്ക് ഐ വാണ്ടഡ് ടു കിൽ യു, എങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങളെ കൊല്ലണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. യു ഡൈഡ് ബിഫോർ ഐ ഹാഡ് ടൈം. പക്ഷേ എനിക്ക് അതിനൊരു ചാൻസ് തരുന്നതിന് മുമ്പ് യു ഹാവ് ഡൈഡ് അല്ലേ, അതിന് മുമ്പേ യു ഹാവ് ഡൈഡ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ആ ഒരു അച്ഛനോടുള്ള ഒരു ദേഷ്യം, ആ ഒരു കാര്യം ആണ് ആ ഒരു ലൈൻസിൽ പ്രധാനമായിട്ട് വരുന്നത്. ഐ വാണ്ടഡ് ടു കിൽ യു ബട്ട് യു ഡൈഡ് ബിഫോർ ഐ ഹാഡ് ടൈം. ലൈക്ക് ഇവർക്ക് 8 വയസ്സുള്ളപ്പം സിൽവിയ പ്ലാത്തിന് 8 വയസ്സുള്ളപ്പോഴെങ്ങാണ്ടാണ് ഇവരുടെ അച്ഛൻ മരിക്കുന്നത്. ആൻഡ് പിന്നെ പറയുന്നത് ഇറ്റ്സ് അടുത്തതായിട്ട് ഇനി പറയാൻ പറ്റുന്നത് ഇറ്റ്സ് എ റെഫറൻസ് ഓഫ് എ സ്റ്റാച്യു. ഒരു സ്റ്റാച്യുവിൻ്റെ ഒരു റെഫറൻസ് ആണ് പറയുന്നത്. സോ ഇറ്റ്സ് ഒരു ഭയങ്കര ഒരു ജൈജാൻറ്റിക് സ്റ്റാച്യു ആണ്. ഇറ്റ്സ് മാർബിൾ ഹെവി ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ബാഗ് ഫുൾ ഓഫ് ഗോൾഡ്. ഒരു ഭയങ്കര മാർബിൾ ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റാച്യു. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ബാഗ് ഫുൾ ഓഫ് ഗോൾഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്താ പറയുക, ആ ചെറുപ്പത്തിലൊക്കെ മേ ബി അച്ഛൻ എന്ന് പറയുന്ന ഒരു ഗോഡ്ലി ഫിഗർ പോലെ ആയിരിക്കാം എന്നുള്ളൊരു കാര്യമൊക്കെ ആയിരിക്കാം. ലൈക്ക് ഈ പോയം എഴുതാൻ നേരത്ത് ഇതിൻ്റെ ഒരു ഇതായിട്ട് ശരിക്കും സിൽവിയ പ്ലാത്ത് ഒരു ചെറിയൊരു കാര്യം എഴുതുന്നുണ്ടെന്ന് വെച്ചാൽ ദിസ് ഈസ് എ പോയം റിട്ടൺ ബൈ എ ഗേൾ ഹു ഹാസ് എ ഇലക്ട്ര കോംപ്ലെക്സ് ദെൻ ഷി കൺസിഡർ ഹസ് ഫാദർ ആസ് എ ഗോഡ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം എഴുതുന്നുണ്ട്. ലൈക്ക് അതിൻ്റെ ലൈക്ക് ശരിക്കും അത് ഒത്തൻറ്റിക് ആയിട്ട് സിൽവിയ പ്ലാത്ത് എഴുതുന്നതാണോ എന്നുള്ള കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇവർ അതായത് തിയററ്റീഷ്യൻസ് ദേ ഹാവ് എൻ ആർഗ്യുമെൻറ്റ് ഓർ ദാറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഗോഡ്ലി ഫിഗർ ആ ഒരു സമയത്തൊക്കെ മേ ബി ചെറിയ കാലത്ത് ആ ഒരു കുട്ടിയായിരുന്ന സമയത്തൊക്കെ ചിലപ്പം അച്ഛനുണ്ടായിരുന്നേനെ എന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് എ ഗ്യാസ്ലി സ്റ്റാച്യു, ഒരു വളരെ വലിയൊരു സ്റ്റാച്യു ആൻഡ് ഇറ്റ് ഹാസ് ദിസ് ഗ്രേറ്റ് ടോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഇവരുടെ അച്ഛൻ മരിക്കുന്നത് ഡയബറ്റീസ് കാരണമാണ്. സോ അവരുടെ കാലിന് അതായത് ടോയിൽ എന്തോ ഇതായിട്ട് നമ്മൾ പറയാമല്ലോ, നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇപ്പം കാലിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ആ കാല് മുറിച്ച് കളയുക, ടോ ചെറുതായിട്ട് ഇതാക്കി കളയുക, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ മേ ബി ഫാദറിന് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു റെഫറൻസ് ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. സോ ഹലോ ലെഗ് ആംപ്യൂട്ടേഷൻ ടൈമിൽ എന്തോ എഴുതുന്നതാണെന്ന് എന്തോ ഒരു കാര്യമുണ്ടല്ലോ ഈ ഡാഡിനെ കുറിച്ച്. ഓട്ടോപ്ലാത്തിന്റെ ലെഗ് ആംപ്യൂട്ടേഷൻ സെറമണി സംതിങ് ലൈക്ക് ദാറ്റ് എവിടെയോ പഠിച്ച ഓർമ്മ. അതായത് ഈ ഡയബറ്റീസ് വന്നിട്ട് ലെഗ് എന്തോ ആംപ്യൂട്ടേഷനോ എന്തോ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ കാലിൽ
മേ ബി ഒരു ടോ വല്ല എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് സ്റ്റാച്ചു വിത്ത് വൺ ഗ്രേ ടോ, ഒരു ടോ. ആ ടോ ഗ്രേ ടോ എന്ന് പറയാനുള്ള കാര്യം മേ ബി ആ റെഫറൻസ് ടു ആ ഒരു ഈ ടോയിൽ സംഭവിക്കുന്ന ഈ ഡയബറ്റീസ് കാരണം വന്ന എന്തോ ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു സജഷനാണ് അതിൽ കൊടുക്കുന്നത്. സോ ഇറ്റ്സ് വിത്ത് വൺ ഗ്രേ ടോ ആൻഡ് ദാറ്റ് ഈസ് വെരി ബിഗ്. ആ ഒരു ഗ്രേ ടോ, ആ ഒരു സ്റ്റാച്ചുവിൻ്റെ ഈ ഒരു ടോ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിഗ് ആസ് എ ഫ്രിസ്കോ സീൽ എന്നാണ് പറയുന്നത്. ഫ്രിസ്കോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ എന്നുള്ളതാണ്. സീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീ ലയൺ, ഇതൊരു ആനിമലാണ്. സോ ഇറ്റ്സ് എ വെരി ബിഗ് സ്റ്റാച്ചു. its toe is as big as a Frisco seal. ഒരു സാൻ ഫ്രാൻസിസ്കോ സീലിൻ്റെ അത്രയും വലുതായിട്ടുള്ളൊരു ടോ ഓൺ വൺ സൈഡ് ആൻഡ് ഇറ്റ് സ്ട്രെച്ചസ് ടു അനദർ ലൈക്ക്. ആൻഡ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ അറ്റ്ലാന്റിക് ഓഷ്യൻ, ലൈക്ക് ഒരു അറ്റ്ലാന്റിക് ആ ഒരു സ്ഥലത്താണ് അവരുടെ ഹെഡ് വരുന്നത്. സോ ഇറ്റ്സ് US മൊത്തം ഇങ്ങനെ കിടക്കുന്ന പോലത്തെ ഒരു ബിഗ് സ്റ്റാച്ചു ആണ്. ബിഗ് സ്റ്റാച്ചുവിനെയാണ് ഇവർ സിൽവിയ പ്ലാത്ത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ടോ ഇൻ സാൻ ഫ്രാൻസിസ്കോ ആൻഡ് ഇറ്റ്സ് ഹെഡ് ഇൻ അറ്റ്ലാന്റിക്. ഓക്കെ, സോ വേർ ഇറ്റ് പൂവേഴ്സ്, അത് എഗെയിൻ അത് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒരു ബ്യൂട്ടീനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓക്കെ, വേർ ഇറ്റ് പൂവേഴ്സ് ബീൻ ഗ്രീൻ ഓവർ ബ്ലൂ ഇൻ ദ വാട്ടേഴ്സ് ഓഫ് ബ്യൂട്ടിഫുൾ നോസെ. ഇറ്റ്സ് എ പ്ലേസ്, ഒരു ബീച്ച് സൈഡ് ഒരു ടൗൺ ആണ് നോസെറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. സോ ആ ഒരു വലിയൊരു സ്റ്റാച്യു പോലെയാണ് യു ഹാവ് ബീൻ ഇൻ മൈ ലൈഫ്, ലൈക്ക് ഒരു അമേരിക്ക മൊത്തം കിടക്കുന്ന ഒരു വലിയ സ്റ്റാച്യു അല്ല, അത്ര ഹെവിയാണ്, അത്ര ഒരു ഹെവിനെസ് ആണ് ഈ ഒരു ഫാദറിനെ കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ ഫാദറിൻ്റെ മെമ്മറീസ്, അല്ലെങ്കിൽ ഫാദറിൻ്റെ പവർ, അല്ലെങ്കിൽ ഫാദറിൻ്റെ അതോറിറ്റി ഒക്കെ ഇവരുടെ ലൈഫിലുള്ളതെന്നായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത്രയും ഹെവി ആയിട്ടുള്ള, അത്രയും ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാച്യുവിൻ്റെ ഒരു പവറും ഒരു അതോറിറ്റിയും ആ ഒരു സഫോക്കേഷനും ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഐ യൂസ് ടു പ്രേ ടു റിക്കവർ യു. അപ്പം പണ്ടൊക്കെ ഐ യൂസ് ടു പ്രേ ടു റിക്കവർ യു. അപ്പം അച്ഛന് ഡയബറ്റീസ് ആണ്, അച്ഛന് അസുഖം മാറണം, യു ഷുഡ് ഗെറ്റ് ബെറ്റർ എന്നുള്ളൊരു ആഗ്രഹം, ആ ഒരു ലവ്, അവിടെയൊക്കെ നമുക്കൊരു ചെറിയൊരു ലവ് കാണാം. ലൈക്ക് നമ്മൾ അച്ഛന് വയ്യാതായിരിക്കുമ്പോൾ ഈ ഷുഡ് റിക്കവർ എന്നുള്ളൊരു കാര്യം, ഷീ ഈസ് പ്രേയിങ് ഫോർ ഹിം എന്ന് പറയുന്ന ഒരു ലവും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഐ യൂസ് ടു പ്രേ ടു റിക്കവർ യു എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം നിന്ന് യൂസ് ടു എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെയാണ് യൂസ് ടു എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം ഇല്ല. ഇപ്പം മേ ബി അച്ഛനോട് ആ ഒരു സ്നേഹം പണ്ടുണ്ടായിരുന്നു, പണ്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു, ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഐ മേ നോട്ട് ഡു ദാറ്റ് എന്നുള്ളതായിരിക്കും ഐ യൂസ് ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നോട്ട് നൗ, ഇപ്പം എനിക്ക് ആ ഒരു ഫീലിംഗ് അല്ല എന്നത് യൂസ് ടു എന്ന് പറയുന്ന ഒരു ഫ്രേസ് കൊണ്ട് വരും. ഓക്കെ, ദെൻ അച്ച് ഡു എന്ന് പറയുന്നത് ഇറ്റ്സ് ജർമ്മൻ ഇതാണ്. ഇറ്റ് മീൻസ് OU എന്നതാണ് പറയുന്നത്, ഒരു ലൈക്ക് OU എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദർ ഇസ് എ റിപ്പറ്റീഷൻ ഓഫ് ദിസ് സൗണ്ട്. ഒരു സൗണ്ടിൻ്റെ ഒരു റെപ്പറ്റീഷൻ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു പെയിൻ, ലൈക്ക് ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ക്രൈയുടെ ഒക്കെ ഒരു സജഷൻ തരുന്ന പോലത്തെ ഒരു സൗണ്ടാണ് ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഷീ മൂവിങ് ഓൺ ടു സേ ലൈക്ക് അതൊക്കെ പറഞ്ഞു, ആ ഒരു സ്റ്റാച്യുവിൻ്റെ സിമ്പലൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് പറയുന്നത് സോ ഇൻ ദ ജർമ്മൻ ടങ് ഇൻ ദ പോളിഷ് ടൗൺ scraped flat by the roller of was and was and of was. സോ ഇനി പറയുന്നത് ലൈക്ക് ഓട്ടോപ്ലാത്ത് ആക്ച്വലി ഒരു ജർമ്മൻ ആണ്. പിന്നീട് അവർ ഓട്ടോപ്ലാത്ത് അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ നമുക്കറിയാം വേൾഡ് വാർ 2 ശരിക്കും ജർമ്മനി പോളണ്ടിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. പോളണ്ടിലെ കുറേ ടൗൺസും കാര്യങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സോ ഇത് ഇറ്റ്സ് ലൈക്ക് എ ജർമ്മൻ ടങ് ഇറ്റ്സ് ലൈക്ക് എ ജർമ്മൻ ആർമി ഹൂ ഇസ് ഡിസ്ട്രോയിങ് എ പോളിഷ് ടൗൺ. ഒരു ജർമ്മൻ ആർമി ഒരു പോളിഷ് ടൗണിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പോലെ ഒരു കാര്യം. പിന്നെ എഗെയിൻ അവിടെയാണ് കുറേ നാസി ക്യാമ്പ്സും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്സും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത് പോളിഷ് ടൗൺ ഈസ് അട്ടർലി ഡിസ്ട്രോയിഡ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ സ്ക്രേപ്പ് ഫ്ലാറ്റ് ബൈ എ റോളർ. ഒരു വലിയൊരു റോളർ കൊണ്ടുവന്ന് ഇടിച്ച് ലൈക്ക് അതാണ് ആ വാർസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു സ്ഥലം അങ്ങ് നശിപ്പിച്ച് ഇതാക്കുക, ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പ്ലേസ് ഫുള്ളായിട്ട് അതിനെ ഇല്ലാതാക്കുക എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ജർമ്മൻ ഡിസ്ട്രക്ഷൻ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് കുഡ് മീൻ ലൈക്ക് അതേപോലെ തന്നെയായിരിക്കും ഈ ഒരു ജർമ്മൻ പവറിനെ ഫാദർ എന്നും ഈ ഒരു പോളിഷ് ടൗൺ എന്ന് പറയുന്നത് മേ ബി ഷീ ഈസ് റെഫറിങ് ടു ഹെർസെൽഫ് അല്ലെങ്കിൽ മേ ബി
വേറെ സ്ത്രീകളെ പൊതുവെ ഒരു പാട്രിയാർക്കി കുറേ സ്ത്രീകൾ എന്നുള്ള ഒരു രീതിക്കും അല്ലെങ്കിൽ ഇവരുടെ ഫാദർ സിൽവിയ പ്ലാത്ത് എന്നുള്ള ഒരു രീതിക്കും ഒക്കെ നമുക്ക് ആ കാര്യത്തിനെ റീഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ജർമ്മൻ ടൗൺ ഇൻവൈഡിങ് ദിസ് പോളിഷ് ടൗൺ എന്നുള്ള ജർമ്മൻ പീപ്പിൾ ഇൻവൈഡിങ് ദിസ് പോളിഷ് ടൗൺ എന്നുള്ളത്. ഓക്കെ, ദെൻ ഷീ ഈസ് റിപ്പീറ്റിംഗ് ദ വേർഡ് വാർസ് 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 എന്ന് പറയുന്നത് ഇറ്റ്സ് റിപ്പീറ്റിംഗ്. നമുക്കറിയാം ഒരു എംഫസിസ് കൊടുക്കാനായിട്ടാണ് ആ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത്. ബട്ട് ദ നെയിം ഓഫ് ദ ടൗൺ ഈസ് കോമൺ. ലൈക്ക് അവിടെ ദർ ഇസ് നോ സിഗ്നിഫിക്കൻസ് ടു ദാറ്റ് നെയിം ഓഫ് ദ ടൗൺ. ഏത് ടൗൺ ആണോ അവിടെയുള്ള ആൾക്കാരെന്താണോ അതൊക്കെ വളരെ കോമൺ ആണ്. അവർക്കൊരു പേരില്ല, അവർക്കൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. ലൈക്ക് പ്രത്യേകിച്ച് ആരാണ് അവരെന്നുള്ളൊരു കാര്യമൊന്നും മനസ്സിലാക്കുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് എ പോളിഷ് ടൗൺ എന്നുള്ളൊരു രീതിക്ക് മാത്രം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളത് വേറൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ പാട്രിയാർക്കി സ്മാഷ് ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് അവിടെ ഒരു പേരുണ്ടാവില്ല, സ്ത്രീകൾക്ക് അവിടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നില്ല. ഇറ്റ്സ് വെരി കോമൺ. ലൈക്ക് ഒരു കുറേ സ്ത്രീകൾ എന്നുള്ളൊരു രീതിക്ക് മാത്രം നമുക്കത് വായിക്കാൻ സാധിക്കും. Then she is referring to like my Polak friend. അതിന് പോളക്ക് എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ്സ് എ ഡെറോഗേറ്ററി വേർഡ്. ഒരു പോളണ്ടിലുള്ള ഒരാളെ വിളിക്കുന്ന ഒരു ഡെറോഗേറ്ററി വേർഡാണ്. അതിപ്പോൾ യൂസ് ചെയ്യില്ല അങ്ങനെ ആരും. അത് ഇവർ ഇവിടെ യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു സർക്കാസം എന്നതുപോലെയാണ്. മൈ പോളക് ഫ്രണ്ട് സേസ് ദർ ആർ എ ഡസൻ ഓർ ടു. സോ ഇങ്ങനെ ഇഷ്ടംപോലെ ടൗൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് നോ വൺ ബോദേഴ്സ് ടു റിമെമ്പർ ദ നെയിംസ് ഓഫ് ദോസ് ടൗൺ. ആ ഒരു ടൗൺസിൻ്റെ ഒന്നും പേരൊന്നും ഓർത്തിരിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. അതിന് പ്രത്യേകിച്ച് ആരും ഒരു സിഗ്നിഫിക്കൻസും കൊടുക്കുന്നില്ല. ഐ കുഡ് നെവർ ടെൽ വേർ യു പുട്ട് യുവർ ഫുഡ് യുവർ റൂട്ട്. സോ എനിക്ക് ഒരിക്കലും അറിയില്ല നിങ്ങൾ എവിടെയാണ് വേർ യു പുട്ട് യുവർ ഫുഡ്. അതായത് നമ്മളൊരു പുട്ട് യുവർ ഫുഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് സമ്മൺ പുട്ട് എ ഫുഡ് ഓവർ സംതിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഡിസ്ട്രോയിങ് അല്ലേ, ഒരു ഡിസ്ട്രോയിങ് ഒരു കാലുകൊണ്ട്. ഇപ്പം എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരും നമ്മുടെ വാമനൻ മഹാബലിയുടെ തലയിൽ കാല് വെക്കുന്ന പോലത്തെ. ലൈക്ക് സോ അവർ ആ കാര്യം ആ ഒരു സ്ഥലം ക്യാപ്ചർ ചെയ്യാണ്, അവരുടെ ഒരു പവർ കാണിക്കുകയാണ്. സോ സമ്മൺ ഐ കുഡ് നെവർ ടെൽ യു വെർ യു പുട്ട് യുവർ ഫുഡ് ഓർ വെർ യു പുട്ട് യുവർ റൂട്ട് എന്നുള്ളത്. ആൻഡ് ദേ വാണ്ടഡ് മേ ബി റൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ ജർമ്മൻസ് അല്ലെങ്കിൽ നാസീസ് എന്ന് പറയുന്നത് അവർക്ക് എല്ലാവരെയും ദേ വാണ്ടഡ് ടു ലൈക്ക് ഒരു എത്നിക് ക്ലെൻസിങ് ആയിരുന്നു അവർക്ക് വേണ്ടത് അല്ലേ. എല്ലാവരെയും ആര്യൻസ് അല്ലാത്ത ബാക്കി എല്ലാവരെയും തുടച്ചു മാറ്റുക ലൈഫിൽ. ആൻഡ് അവർക്ക് അവരുടെ ഒരു ആര്യൻ റൂട്ട് അവിടെ സ്ഥാപിക്കുക എന്നതായിരിക്കും അവരുടെ ഉദ്ദേശം. അതായിരുന്നല്ലോ അവരുടെ ഉദ്ദേശം. അതുകൊണ്ടായിരിക്കും വേർ യു പുട്ട് യുവർ ഫുഡ് പുട്ട് യുവർ റൂട്ട് എന്നുള്ള ഒരു ആ റൂട്ട് എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും അവിടെ മീൻ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഐ കുഡ് നെവർ ടോക്ക് ടു യു. എനിക്ക് ഒരിക്കലും ഐ കുഡ് നെവർ ടോക്ക് ടു. അപ്പോൾ ഇത്രയും നേരം ലൈക്ക് ആദ്യം പറഞ്ഞ ഒരു സ്റ്റാച്യൂവിൻ്റെ ഇമേജ് പറഞ്ഞു, പിന്നെ കഴിഞ്ഞ് ഒരു ജർമ്മൻ ട്രൂപ്പ് ഇൻവൈഡിങ് എ പോളിഷ് ടൗൺ ആ ഒരു ഇമേജ് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഷീ ഈസ് ടോക്കിംഗ് ടു ഹർ ഫാദർ ലൈക്ക് ഐ കുഡ് നെവർ ടോക്ക് ടു യു. എനിക്ക് ഒരിക്കലും നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ദ ടങ് ഇസ് സ്റ്റക്ക് ഇൻ മൈ ജോ. ലൈക്ക് ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നമ്മളൊക്കെ ശരിക്കും അങ്ങനെ ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത് നമ്മൾ അത്രയും പേടിച്ച് നമ്മളിങ്ങനെ ഷോക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നമ്മുടെ വായിൽ നിന്ന് സൗണ്ട് വരാതെ ലൈക്ക് ടങ് ഗെറ്റ് സ്റ്റക്ക് എന്ന് പറയുന്ന ഒരു കാര്യം വരിക എന്ന് പറയുമ്പോൾ അത്രയും ഫിയറും അത്രയും ഒന്നില്ലെങ്കിൽ അത്രയും പെയിനും അത്രയും പവർലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അങ്ങനെ ഒരു കാര്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അല്ലാതെ അങ്ങനെ ഒരു കാര്യമേ വരില്ല. സോ ഇറ്റ്സ് എ വെരി പവർഫുൾ ഇമേജ്. ആ ഒരു ഇമേജിൽ ഇറ്റ് ഷോസ് ദാറ്റ് ഫിയർ ഓർ ദാറ്റ് പെയിൻ ഓർ പവർലെസ്നെസ് എന്നതാണ് അത് പ്രധാനമായിട്ടും അവിടെ കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റക്ക് ദിസ് ടങ്സ് ഇറ്റ്സ് ലൈക്ക് എ സ്റ്റക്ക് ഇൻ എ ബാർബ് വയർ സ്നെയർ. ലൈക്ക് ഒരു വലയിൽ കുടുങ്ങിയ പോലെ ലൈക്ക് ഒരു ഹണ്ടേഴ്സ് ട്രാപ്പിൽ കുടുങ്ങിയ പോലെ ആ ടങ് അവിടെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. എഗെയിൻ ഷീസ് സെയിങ് ഇച്ച് 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 എന്ന് പറയുന്നത് ഐ എന്നുള്ളൊരു മീനിങ് ആണ്. ഇറ്റ്സ് ജർമ്മൻ വേർഡ്. ഇറ്റ്സ് ലൈക്ക് ബ്രോക്കൺ വേർഡ്സ് ആണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ഈ ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലൈനിൽ ഐ കുഡ് നെവർ ടോക്ക് ടു യു, ജസ്റ്റ് വൺ ലൈൻ. ദ ടങ് സ്റ്റക്ക് ഇൻ മൈ ജോ, ഇറ്റ് സ്റ്റക്ക് ഇൻ എ ബാർബ് സ്നെയർ വയർ, ഇച്ച് ഇച്ച് ഇച്ച്. ഇറ്റ്സ് ദേ ആർ ബ്രോക്കൺ വേർഡ്സ് ആൻഡ് ദേ ആർ ഓൾ ഷോർട്ട് സെൻറ്റൻസസ്, വളരെ ഷോർട്ട് സെൻറ്റൻസുകളാണ്. ഓക്കെ, സോ ആ ഒരു ഫാദറിനോടുള്ളൊരു പേടി, അത്രയും പവർലെസ്നെസ് ഫീൽ ചെയ്യുന്നു. ഷി കുഡ് ഈവൻ വളരെ ലൈക്ക് ഐ എന്നതിനപ്പുറത്തേക്ക് ഷി കുഡിൻ കണ്ടിന്യൂ, വേറെ എന്താ പറയണ്ടേന്ന് പോലും പറ്റാത്ത ഒരു അത്രയും പവർലെസ് ആയിട്ടുള്ള അത്ര ഫിയർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് സിൽവിയ പ്ലാത്ത് അവിടെ എഴുതാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഐ തോട്ട് എവ്രി ജർമ്മൻ വാസ്. ഇനി ഇവിടെ തൊട്ടിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇവിടെയൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെറ്റഫർ എന്ന് പറയുന്നത് ലൈക്ക് ദ ഫാദർ ഇസ് എ ജർമ്മൻ ആൻഡ് ഷീ ഈസ് എ ജ്യൂ എന്നുള്ളതാണ്.
ഫാദർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഒരു പവർ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഓട്ടോക്രാറ്റ്, ഒരു മൊണാർക്ക്, അല്ലെങ്കിൽ അത്ര ക്രൂവൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ആൻഡ് ഷീ ഈസ് എ ജൂ ഹു ഈസ് ബീങ് ടോർച്ചേർഡ് ബൈ ദാറ്റ് പേഴ്സൺ. ആ ഒരു പേഴ്സണിൽ നിന്ന് അത്രയും ടോർച്ചർ അനുഭവിക്കുന്ന ഒരു ജൂ ആയിട്ടാണ് സിൽവിയ പ്ലാത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഫാദറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈസ് ദാറ്റ് ഫാദർ, ആ ഒരു ജർമ്മൻ ഫിഗർ അല്ലെങ്കിൽ ഒരു ഹിറ്റ്ലർ ഫിഗർ എന്നതായിട്ടാണ് ആ ഫാദറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. എഗെയിൻ ഇതൊക്കെ നമുക്ക് വേറെ രീതിയിൽ വായിക്കാം, ആ ഒരു വാർ എന്നുള്ള രീതിയിൽ വായിക്കാം, പാട്രിയാർക്കിയും ഒരു വുമൺ എന്നുള്ള ഒരു രീതിയിലും ഒക്കെ നമുക്ക് പല റീഡിങ്സ് ഇതിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഐ തോട്ട് എവ്രി ജർമ്മൻ വാസ് യു ആൻഡ് ദ ലാംഗ്വേജ് ഒബ്സീൻ. സോ ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജർമ്മൻ്റെ ലാംഗ്വേജ് ആണ്. ആൻഡ് ഇറ്റ്സ് ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ദ സിമ്പിൾ ഓഫ് ദാറ്റ് ക്രൂവൽറ്റി ഓർ ഒപ്രഷൻ ഓർ ടോർച്ചർ. അതിൻ്റെയൊക്കെ ഒരു സിമ്പിളാണ് ഈ ജർമ്മൻ ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ വെച്ച് ആ ഒരു തോട്ട് അവിടെ വെച്ച് സ്റ്റോപ്പായിട്ട് പിന്നീട് വേറൊരു തോട്ടിലേക്ക് വരികയാണ്, വേറൊരു കാര്യമാണ് പിന്നീട് പറയുന്നത്. ഓക്കെ, ആൻ എൻജിൻ ഷഫിങ് മീ ഓഫ് ലൈക്ക് എ Jew to Dachau, Auschwitz, Belsen. ലൈക്ക് ഇറ്റ്സ് ഒരു ട്രെയിൻ ആ ഒരു എൻജിൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ട്രെയിൻ ആയിരിക്കും. ഷഫിംഗ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു ട്രെയിൻ സൗണ്ടിൻ്റെ പോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു സൗണ്ടാണ്. ലൈക്ക് ആൻ എൻജിൻ ഷഫിംഗ് മീ ലൈക്ക് എ ജൂ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്കറിയാം ജൂസിനെ ട്രെയിനിൽ കുത്തി നിറച്ച് ആണ് അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അല്ലേ. ആ ഒരു ജേർണീനെ ആയിരിക്കാം ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ എൻജിൻ ഷഫിംഗ് മീ ഓഫ് ലൈക്ക് എ ജൂ, ലൈക്ക് എ ജൂ ടു എ ഡക്കാവ്, ഓഷ്വിറ്റ്സ്, ബെൽസൺ, അതൊക്കെ നാസി ക്യാമ്പ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം അവർ വീണ്ടും ആ ഒരു ജൂസ് ആ ഒരു ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവുകയാണ്. അഗെയിൻ ഫാദറിനെ ആ ഒരു ജർമ്മൻ ഫിഗറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഐ ബിഗാൻ ടു ടോക്ക് ലൈക്ക് എ ജൂ. ഒരു ജൂവിനെ പോലെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഐ തിങ്ക് ഐ മേ വെൽ ബി എ ജൂ. ഓക്കെ, ചിലപ്പോൾ ഞാൻ ശരിക്കും ഒരു ജൂ ആയിരിക്കാം. ഐ തിങ്ക് ഐ മേ വെൽ ബി എ ജൂ എന്നുള്ളതാണ് പറയുന്നത്. സോ അവിടെ ലൈക്ക് എന്ന് പറയുമ്പോൾ വരുമ്പോൾ നമുക്കറിയാം ആസ് യൂഷ്വൽ ഇറ്റ്സ് എ സിമിലി. അവിടെ ഒരു സിമിലിയാണ് വരുന്നത്. Then the snows of the Tyrol, the clear beer of Vienna are not very pure or true. സോ ഈ ടൈറോൾ അല്ലെങ്കിൽ വിയന്ന എന്നൊക്കെ പറയുന്നത് ഓസ്ട്രിയയിലുള്ള സിറ്റീസാണ്. അപ്പോൾ നമ്മൾ ജർമ്മനിക്ക് പോകുന്ന വഴിക്കുള്ള സിറ്റീസാണ് ഇതൊക്കെ. സോ അവിടുത്തെ സ്നോ എന്ന് പറയുന്നത്, അവിടുത്തെ ബിയർ എന്നൊക്കെ പറയുന്നത് വളരെ പ്യുവർ ആണെന്ന് പറയപ്പെടുന്നു. ബട്ട് ഷീ ഈസ് ടെല്ലിങ് ലൈക്ക് ദേ ആർ നോട്ട്, അത് അത്ര പ്യുവറോ അല്ലെങ്കിൽ അത്ര സത്യമായിട്ടുള്ള ഒരു കാര്യം ആകണമെന്നില്ല. ലൈക്ക് ആ ഒരു ഇങ്ങനെയൊക്കെ പറയുമ്പം ഷീ ഈസ് ക്രിട്ടിസൈസിങ് ദാറ്റ് നാസീസ് ഐഡിയ ഓഫ് റേഷ്യൽ പ്യൂരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എത്നിക് ക്ലെൻസിങ്, ആര്യൻസ് മാത്രമേ വേൾഡിൽ ഉണ്ടാകാൻ പാടുള്ളൂ, ബാക്കി എല്ലാവരെയും ലൈക്ക് കൊന്നുകളയുക എന്നുള്ളൊരു ഐഡിയ ആണ് ജർമ്മൻസിനുണ്ടായിരുന്നത്. ആ ഒരു എത്നിക് ക്ലെൻസിങ്ങിനെയാണ് അവർ പ്രധാനമായിട്ടും ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആൻഡ് ഷീസ് അവരുടെ സ്വന്തം ആ ഒരു ആൻസസ്ട്രീനെ കുറിച്ച് പറയാണ്. അച്ഛൻ ജർമ്മനാണ്, ബട്ട് വിത്ത് മൈ ജിപ്സി ആൻസസ്ട്രേഴ്സ് ആൻഡ് മൈ വിയേർഡ് ലക്ക് ആൻഡ് മൈ ടാരക് പാക്ക് ആൻഡ് മൈ ടാരക് മാക്ക് ഐ മേ ബി ബിറ്റ് ഓഫ് എ ജൂ. സോ ഞാനൊരു ജൂ ആയിരിക്കാം, എനിക്കൊരു ജിപ്സി ഒരു ആൻസസ്ട്രി ഉണ്ട്, മേ ബി ത്രൂ മദർ ആയിരിക്കാം, എനിക്കൊരു ജിപ്സി ആൻസസ്ട്രി ഉണ്ട്. ആൻഡ് ആ ഒരു വിയേർഡ് ലക്ക്, ആ ടാരക് പാക്ക് എന്നൊക്കെ പറയുന്നത് അത് ഒരു മിക്സഡ് ആൻസസ്ട്രീനെ കാണിക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നതാണ്. ടാരക് പാക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു കാർഡ് പോലത്തെ ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് യൂസ് ടു കുറേ ഫ്യൂച്ചറിലേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു തരം കാർഡാണ് ഈ ടാരക് പാക്ക് എന്ന് പറയുന്നത്. അത് മെയിൻലി യൂസ് ചെയ്തിട്ടുണ്ടാവുക ഈ ജിപ്സി പീപ്പിൾ ആയിരിക്കാം, അവരായിരിക്കണം മെയിൻലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും അവരുടെ ഒരു മിക്സ്ഡ് ആൻസസ്ട്രീനെ കുറിച്ച് പറയാനാണ്. ലൈക്ക് ഐ എം നോട്ട് ആസ് പ്യുവർ ആസ് ജർമ്മൻസ് പറയുന്ന പോലെ അങ്ങനെ പ്യുവർ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. സോ ഐ മേ ബി എ ബിറ്റ് ഓഫ് എ ജൂ. ആർക്കറിയാം, ഐ മേ ബി എ ബിറ്റ് ഓഫ് എ ജൂ. എൻ്റെയിലും ജൂവിൻ്റെ കുറേ അംശങ്ങൾ ഉണ്ടാകാം എന്നാണ് സിൽവിയ പ്ലാത്ത് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ഐ ഹാവ് ഓൾവേസ് ബീൻ സ്കെയർഡ് ഓഫ് യു. എനിക്ക് നിങ്ങളെ എപ്പോഴും പേടിയായിരുന്നു. വിത്ത് യുവർ ലുഫ്വാഫെ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജർമ്മൻ എയർഫോഴ്സിൻ്റെ ഒരു കമ്പോണൻ്റ് ആണത്. ആൻഡ് യുവർ ഗോബിൾഡിഗു എന്ന് പറയുന്ന ഒരു ജിബറിഷ്, ഒരു വലിയ വാക്ക്, അതായത് ഒരു വലിയ വാക്ക് ജസ്റ്റ് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ആ കാര്യത്തിന് എനിക്ക് പേടിയായിരുന്നു, നിങ്ങളുടെ ഈ അങ്ങനെ കാണിക്കാൻ മാത്രം ഒരു ജസ്റ്റ് ഒരു വേർഡ് എന്നുള്ള ഒരു രീതിയിൽ. I was very afraid of your armed forces, അല്ലെങ്കിൽ I was very afraid, അതിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആൻഡ് യുവർ നീറ്റ് മുസ്താഷ്,
യുവർ ആര്യൻ ഐ, ബ്രൈറ്റ് ബ്ലൂ, അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. അതൊക്കെ ഒരു ഹിറ്റ്ലറിനോടുള്ള ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ദെൻ പാൻസർമാൻ എന്ന് പറയുന്നത്, പാൻസർമാൻ എന്ന് പറയുന്നത് ഈ ജർമ്മൻ ടാങ്കുകൾ ഓടിച്ചിരുന്ന ഡ്രൈവേഴ്സിനെയാണ് പാൻസർമാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യുവർ ആര്യൻ ഐ, ബ്രൈറ്റ് ബ്ലൂ, പാൻസർമാൻ, ഓ യു ആർ നോട്ട് എ ഗോഡ് ബട്ട് എ സാസ്തിക. അപ്പം ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്ന നിങ്ങളൊരു ഗോഡാണെന്നായിരുന്നു. ബട്ട് യു ആർ നോട്ട് എ ഗോഡ് ബട്ട് എ സാസ്തിക ആൻഡ് ദാറ്റ് ഇസ് സോ ബ്ലാക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ബ്ലാക്ക് ഷൂ എന്ന് പറയുന്നത് വീണ്ടും ഇവിടെ വരികയാണ്. സോ ബ്ലാക്ക്, അത്ര ബ്ലാക്ക് ആയിട്ടുള്ളൊരു സാസ്തികയാണ്. ഇറ്റ്സ് ലൈക്ക് എ സിമ്പിൾ ഓഫ് ആൻ ഈവൽ, ഒരു ഈവലിൻ്റെ സിമ്പിളാണ്. ഒരു ടോർച്ചർ, ഒരു ക്രൂവൽറ്റി, ഓപ്പറേഷൻ്റെ ഒക്കെ ഒരു സിമ്പിളായിട്ടാണ് വരുന്നത്. സോ നോ സ്കൈ കുഡ് സ്കീക്ക് ത്രൂ, ഒട്ടും പോലും വെളിച്ചം കടന്നു വരാത്ത, അല്ലെങ്കിൽ ഒട്ടും പോലും ആ ഒരു ബ്രോഡ് മൈൻഡഡ്നെസ്സോ ആ ഒരു ബ്രോഡ്നെസ്സോ ഒന്നും വരാത്ത, അത്ര നാരോഡായ, അത്ര ഇതായിട്ടുള്ള, അത്ര ഇരുണ്ടിട്ടുള്ള ഒരു ബ്ലാക്ക് സ്വാസ്തികയാണ് നിങ്ങളെന്ന് പറയുകയാണ്. ആൻഡ് ദെൻ ഷീ സേസ് എവറി വുമൻ അഡോസ് എ ഫാസിസ്റ്റ്, ദ ബൂട്ട് ഇൻ ദ ഫേസ്, ദ ബ്രൂട്ട് ഹാർട്ട് ഓഫ് എ ബ്രൂട്ട് ലൈക്ക് യു. അവിടെ പ്രധാനമായിട്ടും മീൻ ചെയ്യുന്നത് ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കാര്യമാണ്. എന്താ, ഇപ്പം നമ്മൾ ഇലക്ട്ര കോംപ്ലക്സിൽ പറയില്ലേ, എപ്പോഴും പെൺകുട്ടികൾക്ക് ഫാദറിനോടൊരു അട്രാക്ഷൻ തോന്നാം എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എന്താ ആ ഒരു കാര്യം. അപ്പം നിങ്ങൾ അത്ര പവർഫുൾ ആണെങ്കിലും മേ ബി എവറി വുമൺ അഡോസ് യു എന്നത് പറയാം. അത് ആ ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ്, ഫാദറുമായിട്ടുള്ളൊരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പം ഈ സ്റ്റോക്ക്ഹോം കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പം സ്റ്റോക്ക്ഹോം കോംപ്ലക്സ് എന്നല്ലേ ഇതിന് പറയുക. നമ്മൾ അടിച്ചമർത്തുന്ന ഒരാളോട് ഒരു ഇഷ്ടം തോന്നുക. മറ്റേ ഈ ഇത് കണ്ടിട്ടുണ്ടോ സീരീസ് മണി ഹീസ്റ്റ്? സ്റ്റോക്ക്ഹോം സിൻഡ്രോം. മണി ഹീസ്റ്റ് കണ്ടിട്ടുണ്ടോ? മണി ഹീസ്റ്റിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞുകൊണ്ട്. ആരും കണ്ടിട്ടില്ല മണി ഹീസ്റ്റ്? അതിലങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ അവര് വന്ന് ഒരു പെൺകുട്ടിക്ക് അതിൽ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന ക്യാരക്ടറിന് ഡെൻവർ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് അങ്ങനെ ഒരു രീതിയിലാണ് ഇഷ്ടം തോന്നുന്നത്. പിന്നെ ഇപ്പം നമ്മൾ അല്ലാതെ പറയുകയാണെങ്കിൽ ആലിയ ഭട്ടിൻ്റെ ഒരു സിനിമയുണ്ട്, ഹൈവേ. ആലിയ ഭട്ടും രൺദീപ് ഹൂഡെ ആയിട്ടുള്ളൊരു സിനിമ, അത് കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അതിനകത്തും അങ്ങനെ ഒരു കാര്യമാണ്. ആലിയ ഭട്ടിനെ ആക്ച്വലി അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ക്യാരക്ടറാണ് രൺദീപ് ഹൂഡയുടേത്. പക്ഷേ ആ ഒരു അബ്ഡക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനോട് ആലിയ ഭട്ടിന് ഒരു കൈൻഡ് ഓഫ് ഒരു അഡോറേഷൻ തോന്നുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യമാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ എവറി വുമൺ അഡോസ് എ ഫാസിസ്റ്റ്. ഒരു ഫാസിസ്റ്റിനോട് ഒരു അഡോറേഷൻ തോന്നാം. ദാറ്റ് ബൂട്ട് ഇൻ ദ ഫേസ്. നമ്മൾ ആ ഒരു ഒപ്രഷനോട്, നമ്മൾ അത്രയും ഒപ്രസ്ഡ് ആയിട്ട് ഇരിക്കുമ്പം പിന്നെ നമുക്ക് ആ ഒരു ഒപ്രഷൻ ഇല്ലാതെ പറ്റാത്തൊരു അവസ്ഥ വരിക എന്നൊക്കെ പറയില്ലേ. ഇപ്പം നമുക്ക് ചുറ്റും നോക്കിയാലൊക്കെ കാണാം. ഇപ്പം ചില വീടുകളിലൊക്കെ മേ ബി കുറേ ഇപ്പം എനിക്കറിഞ്ഞൂടാ, എൻ്റെ നാട്ടിലൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള, ഇപ്പം എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ആ ചേട്ടൻ ഭയങ്കരമായിട്ട് കള്ളു കുടിച്ച് വന്നിട്ട് ഈ ചേച്ചീനെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പം നമ്മളൊക്കെ പറയും എന്തിനാ ഇങ്ങനെ ഇരുന്ന് അടി കൊള്ളുന്നേ എന്നുള്ള. പക്ഷെ ആ പുള്ളിക്കാരിക്ക് അടി കൊള്ളാതിരിക്കാൻ പറ്റത്തില്ല. എന്നും അടി കൊണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ലാത്ത പോലെ ഒരു കൈൻഡ് ഓഫ് അങ്ങനെ അത്രയും അതുമായിട്ട് അക്കസ്റ്റംഡ് ആയിപ്പോയി. അതായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പാട്രിയാർക്കിയോട് ഒക്കെ അത്രയും അല്ലെങ്കിൽ ആ ഒരു പവർ പൊസിഷനോട് അത്രയും ഒരു അഡോറേഷൻ തോന്നുക, അങ്ങനെ ഒരു കാര്യമായിരിക്കണം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഇലക്ട്ര കോംപ്ലക്സ് അല്ലെങ്കിൽ ആ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമായിരിക്കണം ഇവിടെ വരുന്നത്. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, എല്ലാം ഒരു കാര്യം പറഞ്ഞ് ശരിക്കും ലൈക്ക് എന്താ തോട്ട്സ് ഇങ്ങനെ ഒരു തോട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുന്നില്ല സിൽവിയ പ്ലാത്ത്. ഒരു കാര്യം പറയുന്നു, ആ തോട്ട് ബ്രേക്ക് ചെയ്യുന്നു, വേറൊരു കാര്യം പറയുന്നു, ആ തോട്ട് ബ്രേക്ക് ചെയ്യുന്നു, വേറൊരു കാര്യം പറയുന്നു, ആ തോട്ട് ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ പോയം പോകുന്നത് അല്ലേ? അങ്ങനെ ശ്രദ്ധിച്ചോ നിങ്ങൾ? അങ്ങനെ അല്ലാതെ ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ എന്നുള്ളൊരു രീതിയിലേക്ക് കംപ്ലീറ്റ് നമുക്കത് വായിച്ചെടുക്കാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ ആ ഒരു തോട്ടിന് ശരിക്കും ഒരു കണ്ടിന്യൂറ്റി വരുന്നില്ല. ദെൻ
അത് അതവിടെ പറഞ്ഞു കഴിഞ്ഞു, ലൈക്ക് എവറി വുമൺ അഡോസ് എ ഫാസിസ്റ്റ് എന്ന് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഷി ജംപ്സ് ടു അനദർ, വേറൊരു കാര്യത്തിലേക്കാണ് വീണ്ടും പോകുന്നത്. യു സ്റ്റാൻഡ് അറ്റ് ദ ബ്ലാക്ക് ബോർഡ് ഡാഡി. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഹി വാസ് എ പ്രൊഫസർ എന്നുള്ള കാര്യം. യു സ്റ്റാൻഡ് അറ്റ് ദ ബ്ലാക്ക് ബോർഡ് ഡാഡി. ഇൻ ദ പിക്ചർ ഐ ഹാവ് ഓഫ് യു എ ക്ലെഫ്റ്റ് ഇൻ യുവർ ചിൻ ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഫുട്ട്. സോ എൻ്റെ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് അച്ഛന് ശരിക്കും കാലിലാണ് എന്തുള്ളത്, ലൈക്ക് ആ ഒരു പ്രശ്നമുള്ളത്, ക്ലെഫ്റ്റ്. പക്ഷെ ക്ലെഫ്റ്റ് ഇൻ യുവർ ചിൻ അല്ല, അച്ഛന് ശരിക്കും ചിന്നിലൊരു ചെറിയ ക്ലെഫ്റ്റ് ഉണ്ട്. പക്ഷെ ക്ലെഫ്റ്റ് ഇൻ ദ ഫൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എൻ അല്യൂഷൻ ടു ദ ഡെവിൽ. ഒരു ഡെവിലിനോടുള്ള ഒരു അല്യൂഷനാണ് ക്ലെഫ്റ്റ് ഇൻ ദ ഫൂട്ട് എന്ന് പറയുന്നത്. ബട്ട് യു ആർ നോട്ട് ലെസ് ദാൻ എ ഡെവിൽ. നിങ്ങളുടെ ചിന്നിലാണ് ക്ലെഫ്റ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരു ഡെവിലിനേക്കാളും ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. യു ആർ നോ ലെസ് ദാൻ എ ഡെവിൽ എന്നാണ് പറയുന്നത്. No, not any less the black man who bit my pretty red heart in two. നിങ്ങളെക്കാളും ഒട്ടും കുറവല്ല ദ ബ്ലാക്ക് മാൻ ഹു ബിറ്റ് മൈ പ്രെറ്റി റെഡ് ഹാർട്ട് ഇൻ ടു. അപ്പം വേറൊരു ആളെ കുറിച്ചാണ് ഇനി അവിടെ പറയുന്നത്. അവിടെയും ബ്ലാക്ക് എന്ന് പറയുന്ന സിമ്പിൾ വരുന്നുണ്ട്. നമ്മൾ ആദ്യം പറയുന്ന ബ്ലാക്ക് ഷൂ, പിന്നെ ബ്ലാക്ക് സ്വാസ്തിക എന്ന് പറയുന്ന വീണ്ടും വരുന്ന ഒരു ബ്ലാക്ക് മാൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതവിടെ മെൻഷൻ ചെയ്യുന്നത് ഈസ് എർ ഹസ്ബൻഡിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പം ദ ഡെവിൾ വിത്ത് ദ ക്ലെഫ്റ്റ് ഇൻ ദ ഫുട്ട്, നിങ്ങൾ ആ ഒരു ഡെവിളിനേക്കാളും ഒട്ടും മോശമല്ല യു ഫാദർ, നിങ്ങളെക്കാളും ഒട്ടും മോശമല്ല ഇസ് ദാറ്റ് മാൻ ഹു ബിറ്റ് മൈ പ്രെറ്റി റെഡ് ഹാർട്ട് ഇൻ ടു. എൻ്റെ ഹൃദയം രണ്ടായിട്ട് കീറി മുറിച്ച ആ മനുഷ്യനും നിങ്ങളെക്കാളും മോശമല്ല എന്നാണ് പറയുന്നത്. ഐ വാസ് 10 when they buried you. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ശരിക്കും 8ാം വയസ്സിലാണ് മരിക്കുന്നത്. പക്ഷെ പോയത്തിനകത്ത് പുള്ളിക്കാർ പറയുന്നത് ഐ വാസ് 10 when they buried you. നിങ്ങൾ മരിച്ചപ്പോൾ എനിക്ക് 10 വയസ്സായിരുന്നു. അറ്റ് 20 I tried to die. 20 വയസ്സായപ്പം ഞാൻ മരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ഉണ്ട്, പറയുന്നുണ്ട്. വേറൊരു പോയുണ്ട് ലേഡി ലാസറസ് എന്ന് പറയുന്ന പോയത്തിലും ഈ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും എന്തിനാ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഐ വാണ്ടഡ് ടു ഗെറ്റ് ബാക്ക് ടു യു. എനിക്ക് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തണമായിരുന്നു. ഒന്നെങ്കിൽ ഐദർ ബിക്കോസ് ഷീ മിസ്സസ് ഹിം, അത്രയും അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടാവും. അച്ഛൻ്റെ ഒരു പവർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എവരി വുമൺ അഡോസ് എ ഫാസിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പവറിനെയും ആ ഒരു അതോറിറ്റീനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഷീ വാണ്ടഡ് ടു ഡു ദ റിവെഞ്ച്, ആ ഒരു റിവെഞ്ച് ചെയ്യണം എന്നുണ്ടായിരിക്കും. സോ at 20 I tried to die and get back to you. I thought even the bonds do. Like ഞാൻ മരിച്ചു കഴിഞ്ഞാലും മേ ബി ഐ കുഡ് get back to you and I could പറയുന്നൊരു കാര്യം, ഐ കുഡ് ഐദർ ബി വിത്ത് യു ഓർ ഐ കുഡ് ഡു മൈ റിവെഞ്ച്. എനിക്ക് എൻ്റെ റിവെഞ്ചും ചെയ്ത് തീർക്കാൻ പറ്റുമായിരുന്നേനെന്ന് പറയുന്നു. ബട്ട് ദേ പുൾ മീ ഔട്ട് ഓഫ് ദ സാക്ക്. പക്ഷെ അവരെന്നെ രക്ഷിച്ചു. ദേ പുൾ മീ ഔട്ട് ഓഫ് ദ സാക്ക്. ദേ സേവ്ഡ് ഹർ ഫ്രം ദ സൂയിസൈഡൽ അറ്റംപ്റ്റ് ആൻഡ് ദേ സ്റ്റക്ക് മീ ടുഗദർ വിത്ത് ദ ഗ്ലൂ. പക്ഷെ ആ ഒരു സമയത്ത് ഷീ ഈസ് റിയലി ബ്രോക്കൺ. നമ്മളൊരു കാര്യം ഒട്ടിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ പൊട്ടിയിരിക്കുന്ന ഒരു സാധനമാണല്ലോ നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത്. സോ ദേ സ്റ്റക്ക് മീ ടുഗദർ വിത്ത് ദ ഗ്ലൂ എന്ന് പറയുമ്പോൾ ഐ എം വെരി മച്ച് ബ്രോക്കൺ. ഞാൻ വളരെ ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളായിരുന്നു. ബട്ട് ദെൻ ഐ ന്യൂ വാട്ട് ടു ഡു. അപ്പം എനിക്കറിയാമായിരുന്നു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ഐ മെയ്ഡ് എ മോഡൽ ഓഫ് യു. ഞാൻ എൻ്റെ അച്ഛനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു മോഡലിനെ ഉണ്ടാക്കി. എ മാൻ ഇൻ ബ്ലാക്ക് വിത്ത് എ മെയിൻ ഹാഫ് ലുക്ക് ആൻഡ് എ ലവ് ഓഫ് ദ റാക്ക് ആൻഡ് ദ സ്ക്രൂ ആൻഡ് ഐ സെഡ് ഐ ഡു. അങ്ങനെ ഒരാളെ ഉണ്ടാക്കി അയാളെ ഞാൻ കല്യാണം കഴിച്ചു. സോ അവിടെ 3 പേരെയും സിമിലർ ആയിട്ടാണ് പറയുന്നത്. ഹിറ്റ്ലർ, ഫാദർ, ഹസ്ബൻഡ്. ഞാൻ അച്ഛൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി. ആ മോഡലിന് എന്ത് ലുക്കായിരുന്നു? ഹി വാസ് ഇൻ ബ്ലാക്ക് ആൻഡ് ഹി ഹാഡ് ദിസ് മെയിൻ കാഫ് ലുക്ക് ആൻഡ് ഹി ഹാഡ് ദാറ്റ് ലവ് ഫോർ റാക്ക് ആൻഡ് സ്ക്രൂ. റാക്ക് ആൻഡ് സ്ക്രൂ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്രൂവൽറ്റി ആയിരിക്കണം. ഓക്കെ, ഹി ഹാഡ് ദാറ്റ് ലവ് ഫോർ ദാറ്റ് ക്രൂവൽറ്റി ഓർ ടോർച്ചർ ഓർ ഫോർ പവർ ആൻഡ് ടു ഹിം ഐ സെഡ് ഐ ഡു. നമുക്കറിയാമല്ലോ, നമ്മൾ കല്യാണം കഴിക്കാൻ നേരത്തെ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ക്രിസ്ത്യൻ മാരേജിലൊക്കെ ഉണ്ടാവില്ലേ, സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതമാണ് എന്ന് പറയില്ലേ. അതേപോലെ തന്നെ വെസ്റ്റേൺ സെറമണിയിൽ അല്ലേ, അങ്ങനെയല്ലേ, ഐ ഡു എന്ന് പറഞ്ഞിട്ടാണ് അവർ മാരേജ് വൗസ് എടുക്കുന്നത് എന്ന് തോന്നുന്നു. സോ അത് മാരേജിനെ കാണിക്കുന്നതാണ്. സോ ഐ മാരീഡ് എ മോഡൽ ഓഫ് യു. നിങ്ങളോട് അത്ര സിമിലർ ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ അയാളെ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. സോ ഡാഡി ഐ എം ഫൈനലി ത്രൂ. അപ്പം ഡാഡി ഇപ്പം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഐ എം സോർട്ടഡ് ഔട്ട്. ഇത്രയും നാൾ അച്ഛനെ കാണണം, അച്ഛനോടുള്ള റിവെഞ്ച് എടുക്കണം എന്നുള്ളതൊക്കെ ആയിരിക്കണം ആഗ്രഹം. അല്ലെങ്കിൽ അച്ഛനെ മിസ് ചെയ്യുന്നു. ഇപ്പം അച്ഛൻ്റെ പോലത്തെ തന്നെ ഒരു ഫിഗറിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ നൗ ഐ ആം സോർട്ടഡ് ഔട്ട്. ഇനിയിപ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്.
The black telephones off at the road. The voices just can't through. പക്ഷേ it didn't last. ആ മാരേജ് ലാസ്റ്റ് ചെയ്യുന്നില്ല. The black telephones off at the root എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ആ ഒരു ഡിവോഴ്സ് എന്നതായിരിക്കണം, ഹസ്ബൻഡുമായിട്ടുള്ള ഒരു ഡിവോഴ്സ് എന്നതായിരിക്കണം. ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നിന്നു. The voices just can't worm through. ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല, നമ്മൾ സംസാരിക്കുന്നില്ല. ലൈക്ക് ഐ ആം ലൈക്ക് ഞാനിപ്പോൾ ഒരു ഗ്രേവിലെ പോലെയാണ്, ലൈക്ക് ഐ ആം എലോൺ. ഒരു ഗ്രേവിലെ പോലെ ഞാൻ ഒറ്റയ്ക്കാണ് എന്നതാണ് പറയുന്നത്. So I have killed one man, I have killed two. So basically ഞാൻ മെറ്റഫോറിക്കലി ഞാൻ അങ്ങനെ രണ്ടുപേരെ കൊന്നു എന്നാണ് പറയുന്നത്. ഒന്ന് അച്ഛനെ, ഒന്ന് ഹസ്ബൻഡിനെ. സോ ദ ആദ്യം പറയുന്നത് ഫാദർ ഫിഗർ, പിന്നെ ഐ ഹാവ് കിൽഡ് ടു. ഹൂസ് ദ സെക്കൻഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ദ വാമ്പയർ ഹു സെഡ് ഹി വാസ് യു. ഹി സെഡ് ലൈക്ക് നിങ്ങളാണെന്ന് പറഞ്ഞ ആ വാമ്പയറിനെ ലൈക്ക് ഐ കിൽഡ് ഹിം ആൻഡ് ഹി ഡ്രാങ്ക് മൈ ബ്ലഡ് ഫോർ എ ഇയർ. മേ ബി ഒരു ഇയർ ആയിരിക്കണം അവരുടെ മാരേജ് ലാസ്റ്റ് ചെയ്തത്. സോ ഹി ഡ്രാങ്ക് ആ ഒരു വർഷം ഹി ടോർച്ചേർഡ് മീ ഇനഫ് എന്നുള്ളതായിരിക്കാം. ആൻഡ് 7 years ഇഫ് യു വാണ്ട് ടു നോ. മേ ബി അവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 7 years വല്ല ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു 7 years ആയിരിക്കാം മാരേജ്, അല്ലെങ്കിൽ ആ ഒരു 1 year ആയിരിക്കാം ശരിക്കും ആ ഒരു ടോർച്ചറും ക്രൂവൽറ്റിയും ഒക്കെ അനുഭവിച്ചത്. സോ ഐ ഹാവ് ബീൻ വിത്ത് ദാറ്റ് വാമ്പയർ ഫോർ 7 years ആൻഡ് ഹി ഡ്രാങ്ക് മൈ ബ്ലഡ് ഫോർ 1 year എന്ന് പറയുന്നത്. സോ ഡാഡി യു ക്യാൻ ലൈ ബാക്ക് നൗ. അപ്പം ഇന്ന ആ ഒരു സമയത്തൊക്കെ അച്ഛൻ ഇന്ന റെസ്റ്റ് എടുക്കാം, കാരണം അച്ഛൻ്റെ റോളും അച്ഛൻ്റെ പവറും അച്ഛൻ്റെ ക്രൂവൽറ്റിയും ഒക്കെ ചെയ്യാനായിട്ട് മറ്റൊരു വാമ്പയർ വന്നിട്ടുണ്ട്. സോ അനദർ വാമ്പയർ ഈസ് ഹിയർ. സോ ദ ഫാദർ വാമ്പയർ ക്യാൻ ടേക്ക് റെസ്റ്റ്. അച്ഛന് സുഖമായിട്ട് അവിടെ റെസ്റ്റ് എടുക്കാമെന്നാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് അച്ഛൻ മരിച്ചു എന്നുള്ളൊരു രീതിക്കും, ലൈക്ക് ഐ ആം ഡൺ വിത്ത് യു എന്നുള്ളൊരു രീതിക്കും നമുക്ക് അവിടെ മീനിങ് എടുക്കാം. ഓക്കെ, ദെൻ ദർ ഇസ് എ സ്റ്റേക്ക് ഇൻ യുവർ ഫാറ്റ് ബ്ലാക്ക് ഹാർട്ട്. സ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരുമാതിരി എന്താ പറയുക, കമ്പിപ്പാറ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. മെയ്ഡ് ഓഫ് വുഡ്, നമ്മൾ ഭയങ്കര ഒരു കൂർത്ത എഡ്ജുള്ള ഒരു സാധനമാണ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ ദർ ഇസ് എ സ്റ്റേക്ക് ഇൻ യുവർ ഫാറ്റ് ബ്ലാക്ക് ഹാർട്ട്, ലൈക്ക് സമ്മൺ കിൽഡ് യു എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ നെഞ്ചിൽ ആ ഒരു സ്റ്റേക്ക് ഉണ്ട്, യു ആർ കിൽഡ് എന്നുള്ളൊരു കാര്യം. ആൻഡ് ദ വില്ലേജേഴ്സ് നെവർ ലൈക്ഡ് യു. സോ ഒരു ഇപ്പം ഇത്രയും നേരം ആ ഒരു ഫാദറിൻ്റെയും ഒരു ഡോട്ടർ അച്ഛനോട് സംസാരിക്കുന്ന പോലെയൊക്കെ പറഞ്ഞു വന്നിട്ട് ഞാൻ ഒരു കഥ അവസാനിക്കുന്ന പോലെ, നമ്മളൊരു പറയില്ലേ ഒരു വലിയൊരു കഥ അവസാനിക്കുന്ന പോലെ കുറേ വില്ലേജേഴ്സിൻ്റെ കാര്യമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കഥ പറയുന്നത്. മേ ബി അല്ലെങ്കിൽ ഒരു വില്ലേജേഴ്സ് ഭയന്നിരുന്ന ഒരു വാമ്പയർ ആയിരിക്കണം, ആ ഒരു വാമ്പയർ സ്റ്റോറിയുടെ ഒരു എൻഡിങ് എന്നുള്ളതുപോലെ ആകാം. സോ ദ വില്ലേജേഴ്സ് നെവർ ലൈക്ഡ് യു. വില്ലേജേഴ്സിന് നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നു. ദേ ആർ ഡാൻസിങ് ആൻഡ് സ്റ്റാമ്പിങ് ഓൺ യു. നിങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ദേ വർ സെലിബ്രേറ്റിംഗ് ആൻഡ് ദേ വർ സ്റ്റാമ്പിങ് ഓൺ യു. നിങ്ങളുടെ മുകളിൽ കൂടെ കയറി അവർ ദേ വർ സെലിബ്രേറ്റിംഗ്, ദേ വർ സ്റ്റാമ്പിങ് ഓൺ യു. സ്റ്റാമ്പിങ് എന്ന് പറയാം ഇങ്ങനെ എന്താ ചാടുക എന്നൊക്കെ പറയില്ലേ, നമ്മളിങ്ങനെ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഇത് ആ ദേ വർ ഇങ്ങനെ കൊട്ടി 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 എന്നുള്ളൊരു രീതിയിലൊരു മീനിങ് ആയിരിക്കണം. ഓക്കെ, ദേ ഓൾവേസ് ന്യൂ ഇറ്റ് വാസ് യു. അവർക്ക് എപ്പോഴും അറിയായിരുന്നു നിങ്ങളാണ് അത്. യു വർ ദാറ്റ് വാമ്പയർ എന്നത് അവർക്ക് എപ്പോഴും അറിയാമായിരുന്നു എന്നുള്ളത്. ലൈക്ക് യു വർ ദാറ്റ് ബ്ലഡ് സക്കിങ് പേഴ്സൺ എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഫൈനലി ഷീ എൻഡ്സ് വിത്ത് ദിസ്, ഡാഡി ഡാഡി യു ബാസ്റ്റേർഡ്, ഐ ആം ത്രൂ. സോ നൗ ഐ ആം ഡൺ വിത്ത് എവറിത്തിങ്. ലൈക്ക് ഡാഡി എന്നുള്ളതും ഹസ്ബൻഡ് എന്നുള്ള രീതിയിലും എല്ലാം കൊണ്ടും ഐ എം ഡൺ വിത്ത് ദിസ് ക്രൂവൽറ്റി, ഐ എം ഡൺ വിത്ത് ദിസ് ടോർച്ചർ, ഐ എം ഡൺ വിത്ത് ദിസ് പാട്രിയാർക്കി എന്നുള്ളതൊക്കെ ആയിരിക്കും അവരവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ പോയം ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും എനിത്തിങ് നമ്മൾ വേറെ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ബാക്കി ഇപ്പോൾ എന്തെങ്കിലും പോയറ്റ് സിമ്പിൾസും പോയറ്റിക് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ റെഗുലർ ബാച്ചിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഈ വാമ്പയർ മിത്തിൽ വരുന്ന ഒരു സംഭവമാണ് സ്റ്റേക്ക്. അത് പറഞ്ഞ വാമ്പയറിനെ 2 രീതിയിൽ കൊല്ലാം. ഒന്ന് പറഞ്ഞ സൺലൈറ്റ് വാമ്പയറിന്റെ മേലെ പതിച്ചാൽ അത് ചാവും. സ്റ്റേക്ക് പറഞ്ഞിട്ട് ഹാർട്ടിന്റെ സെന്ററിൽ കുത്തിയാൽ വാമ്പയർ ചാവും. അപ്പൊ അങ്ങനത്തെ അതിന്റെ ഒരു മിത്തിന്റെ ഒരു റെഫറൻസ് ആണ്. അതെ അതെ, കറക്റ്റ്. അതുള്ളതായിരുന്നു. സ്റ്റേക്കാണ് വാമ്പയറിനെ കൊല്ലാനായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ പിന്നെ മെയിൻ കാംപ് മാനിഫെസ്റ്റോ ബൈ ഹിറ്റ്ലർ. അതെ, ഹിറ്റ്ലർ. അത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ഓൾറെഡി അറിയുന്നതല്ലേ, പ്രത്യേകിച്ച് ലൈക്ക് എടുത്തു പറയേണ്ടെന്നുള്ള ഉള്ള കാര്യം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹിറ്റ്ലർ ലൈക്ക് ആ ബ്ലാക്ക് മെൻ ഇൻ ബ്ലാക്ക് എന്നൊക്കെ പറയുമ്പോൾ
ഇറ്റ്സ് ബേസിക്കലി ഹിറ്റ്ലറിന്റെ ഫിഗറിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.